പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Gospel of Matthew chapter 25, the first 4 verses. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേര് ബുദ്ധിയില്ലാത്തവരും 5 പേര് ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പരിശുദ്ധ പിതാവേ, അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങയുടെ ന്യായപ്രമാണത്തിലെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ. ഞങ്ങളുടെ ആന്തരിക ദൃഷ്ടികളെ പ്രകാശിപ്പിക്കുമാറാകണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം അങ്ങ് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ രാത്രി അനുഗ്രഹിക്കണമേ. ഈ തിരുവചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളോടും അങ്ങ് ഇടപെടണമേ, സഹായിക്കുമാറാകണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന പ്രവൃത്തി ചെയ്തെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വചനഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 13 വാക്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ 10 കന്യകമാരുടെ ഉപമയാണ്. ഇത് നമുക്ക് വളരെ സുപരിചിതമാണെങ്കിലും സഹോദരങ്ങളെ, ഇതിൽ അടങ്ങിയിരിക്കുന്ന ആത്മീക അർത്ഥം പരിശോധിച്ചാൽ അനേക മണിക്കൂറുകളിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ശ്രേഷ്ഠമേറിയ പൊട്ടൻഷ്യലുള്ള സ്പിരിച്വൽ കണ്ടൻസ് ഉള്ള ഒരു വേദഭാഗമായത് ഞാനിങ്ങനെ കേൾക്കുവാനിടയായിട്ടുണ്ട്. പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കർത്തൃദാസൻ, ഒരു പ്യൂരിറ്റൻ ഓതർ, അദ്ദേഹത്തിൻ്റെ പേര് തോമസ് ഷെപ്പാർഡ് എന്നാണ്. അദ്ദേഹം ഈ 10 കൽപ്പനകളെ കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എത്ര പേജുകളുണ്ടെന്ന് അറിയാമോ? 635 പേജ്, 635 pages, just to write on the parable of 10 virgins. So you could imagine, and I could imagine, what a deeper spiritual realities are there hidden in those one small parable. ഈ ചെറിയൊരു ഉപമയിൽ എത്രമാത്രം ആഴമേറിയ സ്പിരിച്വൽ ആത്മീയ കണ്ടൻസ് ആണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റും. ഞാൻ ആ ബുക്കൊന്നും വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഒരു ബുക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാൻ ഇന്നത്തെ രാത്രികാലം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് പ്രൈമറിലി ഞാൻ ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ് ഇന്നത്തെ രാത്രിയിൽ ദൈവജനത്തിൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഈ 10 കന്യകമാരെ നോക്കുമ്പോൾ അതിനകത്തൊരു ഡിവിഷൻ വന്നിട്ടുണ്ട്. 5 പേര് 5 പേര് 5 പേര് ബുദ്ധിയുള്ളവർ, 5 പേര് ബുദ്ധിയില്ലാത്തവർ. ഒരു വലിയ ഡിവിഷൻ വന്നു. പക്ഷേ തുടക്കത്തിൽ 10 കന്യകമാരെന്നാ പറഞ്ഞ. പല കാര്യങ്ങളിൽ അവർക്ക് സാമ്യമുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അവർ വ്യത്യസ്തരാണ്. അവർ ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും എന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, അവിടെ ഈ കന്യകമാര് ഉറങ്ങുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർ 10 പേരും ഉറങ്ങി. സോ വൈറ്റൽ പോയിന്റ് ഓഫ് ദിസ് പാരബിൾ ഈസ് നോട്ട് ഇൻ ദി ഫാക്ട് ദാറ്റ് ദേ ആർ സ്ലംബേർഡ് ആൻഡ് സ്ലെപ്റ്റ്. നോ, അവർ ഉറങ്ങിയതോ മയക്കത്തിലായതോ അല്ല പ്രധാനപ്പെട്ട വിഷയം. പ്രധാനപ്പെട്ട വിഷയം എന്തെന്ന് ചോദിച്ചാൽ, അതിൽ 5 പേരുടെ വെസലിൽ, ഫ്ലാസ്കിൽ എണ്ണയില്ലായിരുന്നു എന്നുള്ളതാണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. ഇറ്റ്സ് എ ബിഗ് ഇഷ്യൂ. ആ ഒരൊറ്റ കാരണം കൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവരെ വിളിച്ച കോളിങ്ങിൽ നിന്ന് അവർ റിജക്റ്റഡ് ആയി. When the test came, അവരെ ആവശ്യമുണ്ടായിരുന്ന സമയം വന്നപ്പോൾ, മണവാളൻ വന്നപ്പോൾ,
മണവാളനോടുകൂടെ അകത്ത് കടക്കുവാനായി ആഗ്രഹിച്ച് സ്വയം ഒരുങ്ങി, സ്വയം വേർതിരിച്ച് അതിനായി വിളിക്കപ്പെട്ടവർ അവസാന നിമിഷം തള്ളപ്പെട്ടു. ബിക്കോസ് ഓഫ് വൺ റീസൺ, they didn't have oil in their vessels. അവരുടെ പാത്രങ്ങളിൽ എണ്ണ കരുതാതിരുന്നത് കൊണ്ട് അവരുടെ കോളിംഗ് അവർക്ക് നഷ്ടപ്പെട്ടു പോയി. നമുക്കൊരു കോളിംഗ് ഉണ്ട്, എന്താണെന്നറിയാമോ? നമ്മുടെ കോളിംഗ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഇവർക്കും ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചിരിക്കുന്നു. We have been called to be his children. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യത്തെ ഭാഗത്ത് വായിക്കുന്നുണ്ട്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നു, we have been predestined to become like unto the image of Christ, to be conformable to the image of Christ. ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപരാകുവാൻ തക്കവണ്ണം നാം മുൻനിയമിക്കപ്പെട്ടിരിക്കുന്നു. വലിയൊരു വിളിയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് ഈ വചനഭാഗത്തിലേക്ക് പോകുമ്പോൾ വിളിക്കപ്പെട്ട ഒരു ജനത്തിന്റെ വിളി നഷ്ടപ്പെട്ടു പോയത് നമുക്ക് ഈ ഉപമയിൽ കാണുവാനായിട്ട് കഴിയും. അവർ കന്യകമാരായിരുന്നു, അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം അവർക്ക് ലഭിച്ചു. അവരുടെ കൈകളിൽ വിളക്ക് കിട്ടി. അവരെ ദൂരെ നിന്ന് നോക്കുന്നവരെല്ലാവരും പറഞ്ഞു, they are set apart. അവർ വേർതിരിക്കപ്പെട്ടവരാണെന്ന്, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടവരാണെന്ന്. പക്ഷെ ബിക്കോസ് ഓഫ് സം നെഗ്ലിജൻസ് ഓൺ their part, disqualified their calling. അവരുടെ വിളിയെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അയോഗ്യരാക്കപ്പെടുവാൻ തക്കവണ്ണം, അയോഗ്യതയിലേക്ക് തള്ളപ്പെടുവാൻ തക്കവണ്ണം ഇടയായിപ്പോയി. ഇവിടെ നമ്മൾ നോക്കണമേ, when the test came, they were denied entry. ടെസ്റ്റ് വന്നപ്പോൾ അവർ ഏതിനു വേണ്ടി നോക്കി പാർത്തിരുന്നോ, ഏതിനു വേണ്ടി കാത്തിരുന്നുവോ, അത് സംഭവിച്ചപ്പോൾ, when the Lord appeared, when the bridegroom came, they were denied their entry. സഹോദരങ്ങളെ, ഈ ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മരണം ഏത് നിമിഷവും സംഭവിക്കാം. Either of that is going to be the test for us. അവിടെ നമ്മൾ നോക്കി പാർത്തിരുന്നത് നമുക്ക് ലഭിക്കാതെ വന്നാൽ, ഹല്ലേലൂയ, ഈ ഉപമയിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ചില സത്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമില്ലാതായി വരും. ഇന്നത്തെ രാത്രി വചനത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ ഒരു വലിയ മുന്നറിയിപ്പ് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിലൂടെ ഫ്ലാഷ് ഓൺ ചെയ്യുകയാണ്. നമ്മുടെ മുമ്പിലൂടെ ഒരു മുന്നറിയിപ്പ് കർത്താവ് ഫ്ലാഷ് ചെയ്യുകയാണ്. എന്തിന്? എക്സാമിൻ യുവർസെൽഫ്, എക്സാമിൻ മൈസെൽഫ്. They had oil in their lamps. That talks about their testimonies. 10 പേരുടെയും കയ്യിൽ വിളക്ക് കത്തിക്കൊണ്ടായിരുന്നത്. That is talking about their good testimony, good external works. സഭയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും കയ്യിലെ വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെയും വായിൽ സ്തോത്രമുണ്ട്, കയ്യടിയുണ്ട്, പാട്ടുണ്ട്. ആത്മീയ ആരാധനയുടെ അനുഭവങ്ങൾ പലരുടെയും പ്രത്യക്ഷമായിട്ടുള്ള അപ്പിയറൻസുകളിൽ അതൊക്കെ വെളിവാകുന്നുണ്ട്. എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് സ്പിരിച്വൽ ലാംഗ്വേജ് ഉണ്ട്. ആർക്കും ഒരു സംശയവും തോന്നത്തില്ല. വിളക്ക് കത്തിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് പറയുന്നത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ടെസ്റ്റിമണീസ്. ബട്ട് സം ഓഫ് ദം ഹാഡ് നോ ഓയിൽ ഇൻ ദെയർ വെസൽസ്. കത്തിക്കൊണ്ടിരുന്ന വിളക്ക് ചില സമയം കഴിഞ്ഞപ്പോൾ ചിലരുടേത് കെട്ടുപോയി, ചിലരുടേത് കത്തിക്കൊണ്ട് തന്നെ ഇരുന്നു. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ റീസൺ അറിയാൻ പറ്റും. എണ്ണ തീർന്നു പോയി, അകത്തു നിന്ന് വരുന്ന എണ്ണ തീർന്നു പോയി. പ്രൈസ് ദി ലോർഡ്. വിളക്കെന്ന് പറഞ്ഞാൽ, ലാമ്പെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് സിംപ്ലി ആൻ ഇൻസ്ട്രുമെന്റ്, ദാറ്റ്സ് ഇറ്റ്. വി ആർ ഓൾ സിംപ്ലി ഇൻസ്ട്രുമെന്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്, ഓർഗൻസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ്. കർത്താവിന്റെ കൈകളിലുള്ള ഉപകരണങ്ങൾ മാത്രമാണ് നമ്മൾ. ഹല്ലേലൂയ. നമ്മളിലെ പ്രവൃത്തികൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രകാശമായി കുറച്ചു നാളത്തേക്ക് തീരും. പക്ഷേ ചിലരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പണ്ടുള്ള പ്രവൃത്തികൾ ഇന്നില്ല, പണ്ടുള്ള സാക്ഷ്യം പലരുടെയും ജീവിതത്തിൽ ഇന്നില്ല. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? അകത്തുള്ള എണ്ണ തീർന്നു പോയി, കയ്യിൽ സ്റ്റോക്കില്ല. ഹല്ലേലൂയ. This parable has helped many
saints to examine themselves daily on a day-to-day basis so that they could prepare themselves and they could be ready for the coming of the Lord. അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ, അനേക വിശുദ്ധരുടെ ജീവിതത്തിൽ ഈ ഉപമ ഒരു വലിയ ഉപകാരം ചെയ്തിട്ടുണ്ട്. അവർ സ്വയം എപ്പോഴും ശോധന ചെയ്യുവാൻ തക്കവണ്ണം. മണവാളന്റെ വരവ് ഏത് സമയവുമാകും, അതുകൊണ്ട് എൻ്റെ വിളക്ക് കത്തിക്കൊണ്ട് തന്നെയാണോ ഇരിക്കുന്നതെന്ന് സ്വയം ശോധന ചെയ്യുവാൻ തക്കവണ്ണം ഈ ഉപമ അനേക ദൈവമക്കളെ കഴിഞ്ഞ കാലങ്ങളിൽ ബലപ്പെടുത്തിയിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ 2 കൊരിന്ത്യർ 13:5 പറയുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. Examine yourself whether you be in faith and prove yourself. എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് yourself, നമ്മളെ ഉരച്ചു നോക്കണമെന്ന്. Speak to yourself, ask yourself, are you in faith? Compare your life with the scriptures and see whether you are still on the line. Is it aligned with the word of God? ദൈവത്തിന്റെ വചനപ്രകാരം തുലനം ചെയ്ത് താരതമ്യം ചെയ്ത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കണം. ഈ ഉപമ അനേകരെ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. What does this oil talks about? എന്താണ് ഈ എണ്ണയെ കുറിച്ച് പറയുന്നത്? Oil refers to the life of spirit in the soul of a Christian. ഒരു ക്രിസ്ത്യാനിയുടെ, ഒരു വിശ്വാസിയുടെ, ഒരു ദൈവ പൈതലിന്റെ അകത്തുള്ള ആത്മാവിലുള്ള ജീവനെയാണ് ഈ എണ്ണ കാണിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ, അകത്തുള്ള ആത്മബലത്തെ, the presence of God's grace inside a person. എപ്പോഴും constantly convinced because of the presence of God, because of God abides in him, because of the Spirit of God abides in him. ദൈവത്തിന്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുമ്പോൾ എപ്പോഴും കോൺസ്റ്റന്റ്ലി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം കീഴ്പ്പെട്ടിരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ദൈവഭയത്തിൽ ഓരോ ദിവസവും നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നു. ഈ ഓയിൽ പറയുന്നത് എന്താ? പ്രസൻസ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ഇൻ അവർ ലൈഫ്. It talks about the life of the Spirit in the soul of a Christian, in the soul of a believer. That is what it is talking about. It is not a knowledge about the scripture in our head. നമ്മുടെ ഹെഡിലുള്ള ദൈവവചനത്തെ കുറിച്ചുള്ള നോളജ് അല്ലത് പറയുന്നത്, പിന്നെയോ അകത്തുള്ള ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. The hidden life. പലർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത നമ്മുടെ ക്രിസ്തീയതയിലുള്ള രഹസ്യ ജീവിതത്തെക്കുറിച്ച്, സ്വകാര്യ ജീവിതത്തെക്കുറിച്ച്, our secret walk with God, ദൈവവുമായിട്ടുള്ള ആ രഹസ്യ ബന്ധത്തെക്കുറിച്ച്. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ചില വശങ്ങൾ മാത്രമേ പുറം ലോകത്തിന് കാണാൻ പറ്റൂ. ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ചില വശങ്ങൾ മാത്രമേ മക്കൾക്ക് കാണാൻ പറ്റൂ. You can't see the whole aspects of a relationship of a husband and wife externally. No, there are a big deal which is hidden in their life. അവരുടെ സ്നേഹത്തിൽ, അവരുടെ ആത്മബന്ധത്തിലെ ഒരു വലിയ ഭാഗമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് സീക്രട്ട്. ഇറ്റ് ഈസ് നോട്ട് സീൻ എക്സ്റ്റേണലി, ബട്ട് ബിറ്റ്വീൻ ദം ദേ നോ ഇറ്റ് വെരി വെൽ. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആ മുഴുവൻ എക്സ്പോഷർ പുറത്ത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഒരു ചെറിയ ഡീല് പുറത്ത് കാണാൻ പറ്റും, ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യും. എന്നാൽ ഒരു ഹ്യൂജ് പാർട്ട് ഇറ്റ് ഈസ് ഹിഡൻ. That is why it is called a secret walk with our God. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എത്ര ശതമാനം അറിയാം? എൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ എത്ര സമയം എന്നെ കാണുന്നുണ്ട്? വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഈ ഒരാഴ്ചത്തെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് ചില അവേഴ്സ് മാത്രമേ ഉള്ളൂ, ചില മണിക്കൂറുകൾ മാത്രമേ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളൂ. ബാക്കി മണിക്കൂറുകളിലൊക്കെ ഞാൻ എവിടെയാ? ബാക്കി മണിക്കൂറുകളിലൊക്കെ ഞാൻ എന്താ ചെയ്യുക? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്റെ ഭാര്യ എന്നെ കാണുന്നത് കുറച്ച് മണിക്കൂറുകളേ ഉള്ള ഒരു ദിവസം, അല്ലേ? എന്റെ മക്കൾ എന്നെ കാണുന്നത് കുറച്ച് മണിക്കൂറുകളേ ഉള്ള ഒരു ദിവസം. എന്റെ ബാക്കി സമയമൊക്കെ ഞാൻ എവിടെയാണ്? എന്റെ ബാക്കി സമയം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? എന്റെ ബാക്കി സമയം എന്റെ ബിഹേവിയർ എങ്ങനെയാണ്? സഹോദരങ്ങളെ, ഞാൻ എന്തിനു വേണ്ടിയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്? മൈ വർക്ക് വിത്ത് ഗാഡ്, മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് അൺനോൺ ടു ദി എക്സ്റ്റേണൽ വേൾഡ്. ദൈവവുമായിട്ടുള്ള എൻ്റെ സംസർഗം, ദൈവത്തോടു കൂടിയുള്ള എൻ്റെ നടപ്പ്,
എൻ്റെ കമ്മിറ്റ്മെൻറ്റ്, എൻ്റെ കർത്താവിനോട് കൂടെയുള്ള എൻ്റെ ബന്ധമെന്ന് പറയുന്നതിൻ്റെ ലയൺ പാർട്ട് ഭൂരിഭാഗവും ഈ ലോകത്തിനോ എൻ്റെ ചുറ്റുപാടുമുള്ളവർക്കോ അറിയത്തില്ല. നമ്മൾ മറന്നു പോകരുത് ആ ഭാഗം. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ an actual possessor and an empty professor. What is an actual possessor? Actual possessor എന്ന് പറഞ്ഞാൽ the one who possesses the true riches of God. അതാണ് ഒരു actual possessor. ആ വ്യക്തിക്കാണ് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് his lamp always shining because the constant supply of oil comes out of him all the time. He doesn't have to worry about. Because he has got the hidden stock of oil all the time with him. ഒരിക്കലും എൻ്റെ എണ്ണ കെട്ടുപോകുമെന്നൊരു എൻ്റെ വിളക്ക് കെട്ടുപോകുമെന്നുള്ള ഭയമില്ല. എം ടി പ്രൊഫസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? പ്രോഫസ് ചെയ്യുന്നുണ്ട്, അകത്ത് എം ടിയാ, കത്തിക്കൊണ്ടിരിക്കുക, പക്ഷെ എപ്പോഴാ കെട്ടുപോകുന്നതെന്ന് അറിയത്തില്ല. താഴേക്ക് വായിച്ചു വരുമ്പോൾ ആ ഉപമയ്ക്കകത്ത് പറയുന്നുണ്ട്, മണവാളൻ താമസിച്ചത്. He tarried. He came late. Hallelujah. പലപ്പോഴും ചിന്തിക്കണമേ, ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ പലരും പറഞ്ഞും പ്രസംഗിച്ചുമൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സഭയുടെ മധ്യത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വന്നാൽ മിക്കവാറും എല്ലാവരും എടുക്കപ്പെടുമെന്ന്. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. അതെന്തുകൊണ്ടാണെന്നറിയുമ്പോൾ ഈ പുറത്ത് വിളക്ക് കത്തുന്നെന്ന് തോന്നുന്നത് കൊണ്ടാണ്. പക്ഷേ ആ വിളക്ക് റിയൽ ലൈഫ് അല്ല, റിയൽ ലൈറ്റ് അല്ല. അത് മാൻമെയ്ഡ് ടെസ്റ്റിമണിയാണ്. Pretend to be something which you are not. നമ്മളല്ലാത്ത മറ്റൊന്നിനെ നമ്മൾ അഭിനയിച്ച് കാണിക്കുന്നതാണ്. It is a strange fire which is being made manually. മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു സ്ട്രേഞ്ച് ഫയർ ആണ്, ഒരു അന്യ അഗ്നിയാണത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഹോള് വിട്ട് പുറത്തു പോകുമ്പോൾ അതേ ആരാധിച്ചു കൊണ്ടിരുന്നു എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് മാറും. അപ്പൊ അത് എവിടുന്ന് വന്നതാ? ദൈവം കത്തിച്ച തീയാണോ? അല്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഓയിൽ ഈസ് എ സുപ്രീം ആൻഡ് എ സൂപ്പർ എമിനന്റ് ലിക്വിഡ്. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എണ്ണയെന്ന് പറയുന്നത് മറ്റ് ദ്രാവകം പോലൊന്നുമല്ല. എത്രമാത്രം നമ്മൾ ശ്രമിച്ചെന്ന് പറഞ്ഞാലും എണ്ണയും വെള്ളവും കൂടെ ഒന്നിച്ച് കലർത്താൻ പറ്റത്തില്ല. എണ്ണയും ഒരു ദ്രാവകവും ഒരു ലിക്വിഡും കൂടെ മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എണ്ണ മുകളിൽ തന്നെ നിൽക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഓയിൽ ഓൾവേസ് സ്റ്റാൻഡ് ഇൻ ദ സ്ക്രിപ്ചർ. ഓയിൽ സ്റ്റാൻഡ്സ് ഫോർ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് തിങ്സ് ടു ഡു വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും കാണിക്കുന്നതിനാണ് എണ്ണ ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ ഉള്ളിൽ ഈ ആത്മാവും ജഡവും തമ്മിൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കും. അത് രണ്ടും ഓപ്പോസിറ്റാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഉപമിച്ച് നോക്കാം. ജഡത്തെ കാണിക്കുന്നത് വെള്ളവും ആത്മാവിനെ കാണിക്കുന്നത് എണ്ണയും എന്ന് കരുതിയാൽ ഈ ജഡവും ആത്മാവും കൂടെ ഒന്നിച്ചു പോകത്തില്ല. ആത്മാവിന് എപ്പോഴും സുപ്രീമസി വേണം. ആത്മാവിന് സുപ്രീമസി നമ്മൾ കൊടുത്തില്ലെങ്കിൽ വരുന്നതൊക്കെ ജഡത്തിൽ നിന്നായി പോകും. മറ്റുള്ളവരുടെ ലെവലിൽ നിൽക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമുക്കൊരു ടെസ്റ്റിമണി വേണമെന്ന് കീപ്പ് ചെയ്യുവാൻ കൊണ്ട് ശ്രമിക്കുമ്പോൾ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ജഡം കൊണ്ട് ആ പ്രവൃത്തി ചെയ്യും. അതാണ് അന്യാഗ്നിയുടെ പ്രത്യേകത. സ്ട്രേഞ്ച് ഫയർ. എല്ലാവരും കത്തുമ്പോൾ ഞാൻ മാത്രം കത്തുന്നില്ലല്ലോ എന്നാൽ ഞാനൊന്ന് കത്തിക്കാൻ പോവുക. ദൈവം കത്തിക്കുന്നില്ല, ഏതായാലും ഞാനൊന്ന് കത്തിക്കാൻ പോവുക. എനിക്ക് തോന്നുന്നു 90% so called believers they try to do that. 90% വിശ്വാസികളെന്ന് പറയുന്നവർ ചെയ്യുന്നത് എല്ലാവരും കത്തുന്നുണ്ട്, മുമ്പിലും പുറകിലുള്ളവരൊക്കെ കത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊട്ട് കത്തുന്നുമില്ല എന്നാൽ ഞാനൊന്ന് കത്തിക്കാം. അത് ജഡത്തിൽ നിന്ന് വരുന്നതാ. ഹല്ലേലൂയ. ഇന്നത്തെ രാത്രി ചില രഹസ്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. എങ്ങനെയാണ് ഞാൻ അറിയുന്നത്? ഹൗ ഡു ഐ നോ ദാറ്റ് ഐ ഹാവ് ഓയിൽ ഇൻസൈഡ് മീ? എന്റെ ഫ്ലാസ്കിൽ ഓയിൽ ഉണ്ടെന്ന് ഹൗ ഡു ഐ നോ? എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഞാൻ ഈ കത്തിക്കുന്ന എന്റെ വിളക്ക് കത്തുമ്പോൾ അത് അകത്തു നിന്നുള്ള ഓയിലിൽ നിന്ന് കത്തുന്നതാണോ എന്നുള്ളത് എനിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അകത്ത് ഓയിലില്ലെങ്കിലും തീ കത്തിക്കാൻ പറ്റത്തില്ലേ? കത്തിക്കാൻ പറ്റും. 2 സെക്കൻഡ് നിൽക്കും ഇല്ലേ? കരിന്തിരി കണ്ടിട്ടില്ലേ? ഒരു പേപ്പർ എടുത്ത് കത്തിച്ചാലും കത്തത്തില്ലേ തീ? അത് നിൽക്കുമോ അവിടെ? അതാ അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ നടത്തുന്നത്. സൺഡേ മോർണിംഗിൽ ഒരു കത്തും, പേപ്പർ കത്തിക്കുന്നതിനോടൊന്ന് കത്തും, 2 മണിക്കൂർ നിന്ന് കത്തും, കെട്ടുചാരമായിട്ട് പോകും.
അടുത്ത പേപ്പർ കത്തിക്കുന്ന അടുത്ത സൺഡേക്കാ. എന്നാൽ അകത്ത് എണ്ണയുള്ള ഒരു വിളക്കാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ്ലി 7 days a week 24 hours a day അത് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഇന്നത്തെ രാത്രി നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്, ഇത് വളരെ ചെറിയൊരു സബ്ജക്റ്റാണ് ഞാൻ ഇന്ന് എടുത്തത്. ഈ ചെറിയ സബ്ജക്റ്റിലൂടെ വളരെ ആഴമേറിയ ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഡു ഐ ഹാവ് ഓയിൽ ഇൻ മൈ ഫ്ലാസ്ക്? ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് തിങ് ടു ആസ്ക് അവർസെൽഫ്. എന്നിൽ ഈ എണ്ണ ഉണ്ടോ? എന്നിൽ നിന്ന് കത്തുന്ന തീ റിയൽ ആണോ? എന്റെ വിളക്ക് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുമോ? അതോ ഞാൻ കത്തിക്കുന്ന വിളക്കാണോ ഇത്? കാരണം എന്താണെന്ന് അറിയാമോ? മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട്, ഈ ഓയിൽ ഈസ് നോട്ട് ദെയർ, വാട്ട് വുഡ് ഹാപ്പൻ? യു കുഡ് ബി ഡിനൈഡ് എൻട്രി. പ്രവേശനം നിഷേധിക്കപ്പെടും. കർത്താവ് വരുന്നത് വരെ വിളക്ക് കത്താതെ നിൽക്കും, കെട്ടുപോകും. അത് നീ അറിയത്തില്ല, നീ ഉറങ്ങിപ്പോകും. ചാടി എണീറ്റ് കത്തിക്കുമ്പോഴായിരിക്കും അത് കത്താതിരിക്കുന്നത്. 3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ രാത്രികാലം ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹൗ ഡു ഐ നോ ഐ ഡു ഹാവ് ദി ഓയിൽ ഇൻസൈഡ് മീ? എൻ്റെ ക്രിസ്ത്യൻ ലൈഫിൽ, എൻ്റെ ആത്മീക ജീവിതത്തിൽ ഈ എണ്ണയുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ പരിശോധിക്കുവാനായിട്ട് കഴിയും? അതിന് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ തിരുവചനത്തിൽ എണ്ണ കൊണ്ട് എന്തൊക്കെയാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്? ദൈവവചനത്തിൽ ഓയിൽ, what all things oil was used for or oil is being used for, എന്തിനൊക്കെ വേണ്ടിയാണ് എണ്ണ ഉപയോഗിച്ചത്, ആ ഉപയോഗം എന്നിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ എണ്ണ അകത്തുണ്ട്. എണ്ണയെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞു, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് തിങ്സ് ടു ഡു വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, പരിശുദ്ധാത്മാവുമായി റിലേറ്റഡ് ആയിരിക്കുന്ന വിഷയങ്ങളെ കാണിക്കുന്നതാണ് എണ്ണ. അതുകൊണ്ട് തന്നെ എണ്ണ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കും, എണ്ണ സൗഖ്യത്തിന് വേണ്ടി ഉപയോഗിക്കും, എണ്ണ അഭിഷേകത്തിന് വേണ്ടി ഉപയോഗിക്കും. സോ മെനി തിങ്സ് oil is being used in the scripture, and it was used in the scripture even in the Old Testaments. Number 1, oil illuminates. ഓയിൽ പ്രൈമറിലി യൂസ് ചെയ്യുന്നത് കത്തിക്കുന്നതിന് വേണ്ടിയാണ്, വിളക്ക് കത്തിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ, എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ വില്ലേജിൽ ഇലക്ട്രിസിറ്റി വന്നത്. അതിനു മുമ്പ് എന്തിനെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്? വിളക്കുകളെയാ, ലാമ്പിനെയാ, ചെറിയ ചെറിയ വിളക്കുകളെ ആശ്രയിച്ചിരുന്നത്. നമ്മുടെ അപ്പന്മാരോടോ അപ്പൂപ്പന്മാരോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ they were quite content and satisfied with that little lamp in their homes. അവരോടൊക്കെ ഒന്ന് ചോദിച്ചേ, വല്യമ്മച്ചിമാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് ചോദിച്ചേ, നിങ്ങളുടെ കാലത്തൊക്കെ പണ്ട് ഈ ചെറിയ ലാമ്പുകൾ, ചെറിയ വിളക്കുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. തൂക്ക് വിളക്കുകൾ ഉണ്ടായിരുന്നു, ഒത്തിരി റാന്തൽ വിളക്കുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ ചെറിയ മണ്ണെണ്ണ വിളക്കുകൾ ഉണ്ടായിരുന്നു. അമ്മച്ചിയോടൊന്ന് ചോദിച്ചാൽ, അമ്മച്ചി ആ വിളക്കൊക്കെ മതിയായിരുന്നോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ? അവർ പറയാൻ ധാരാളമാണ്. പക്ഷെ ഇപ്പോഴോ നമ്മുടെ മുറികളിലും കാണാൻ കൊണ്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇതെടുത്ത് കളയാൻ പറയും, ലൈറ്റ് ഇടാൻ പറയും, അല്ലേ? സഹോദരങ്ങളെ, നമ്മൾ ഇരുട്ടിന്റെ ആഴം തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയുമോ? വെളിച്ചത്തിന്റെ ആഴം തിരിച്ചറിയുമ്പോഴാണ്. ഇത്രയും ശക്തമായ ലൈറ്റ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ ആ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇരുട്ടിന്റെ ആഴത്തെ തിരിച്ചറിയുന്നത്. പണ്ട് ആ ഇരുട്ടിന്റെ ആഴത്തെ ചെറിയൊരു മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിൽ തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം മണ്ണെണ്ണ വിളക്ക് ചെറുതായിരുന്നു, അതിന്റെ വെട്ടം ചെറുതായിരുന്നു, നമ്മൾ കണ്ടന്റായിരുന്നു. പക്ഷെ ഇന്ന് ആ മണ്ണെണ്ണ വിളക്കിന്റെ കൂട്ട് 4 മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചെന്ന് പറഞ്ഞാലും we are not satisfied. Still we see it is darkness around us. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഓയിൽ ഇലൂമിനേറ്റ്സ്. ആദ്യത്തെ പ്രൈമറിലി എണ്ണയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അത് കത്തുന്നതാണ്, അത് കത്തിക്കുന്നതാണ്. ശ്രദ്ധിക്കണമേ, ബ്രൈറ്റ്നസ്, ഇറ്റ് ലൈറ്റ്സ് അപ്പ്, അത് പ്രകാശിപ്പിക്കുന്നതാ. എന്നിൽ എണ്ണയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ഐ ഇല്യൂമിനേറ്റ്സ്. ചിന്തിക്കണമേ, ഐ ഇല്യൂമിനേറ്റ്സ്. അവർ ലോർഡ്, അവർ പ്രഷ്യസ് ലോർഡ് ഹാസ് സെഡ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. മത്തായിയുടെ സുവിശേഷം 5:14 പറഞ്ഞത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതിനുശേഷം പറയുന്നുണ്ട്, മലമേലിരിക്കുന്ന പർവ്വതം മറഞ്ഞിരിക്കുന്നില്ല. തണ്ടിന്റെ മേൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അത് മറഞ്ഞിരിക്കത്തില്ല, അത് അവിടെയുള്ള എല്ലാവർക്കും പ്രകാശം കൊടുക്കും. യു ആർ ദി ലൈറ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞാൽ നീ എവിടെയായിരിക്കുന്നുവോ അവിടെ നീ പ്രകാശമാണ്. കർത്താവ് വേറൊരു വചനഭാഗത്തിൽ പറയുന്നുണ്ട്, നിന്നിലുള്ള പ്രകാശം ഇരുട്ടായി കഴിഞ്ഞാൽ ആ ഇരുട്ട് എത്ര ഭയാനകമാണ്.
ഹല്ലേലൂയ. നിന്റെ അകത്ത് പ്രകാശമില്ലെന്നുണ്ടെങ്കിൽ നീ മറ്റുള്ളവർക്ക് എന്താ കൊടുക്കുന്നതെന്ന് അറിയുമ്പോൾ ഇരുട്ടാ കൊടുക്കുന്നത്. സഹോദര സഹോദരി, ഞാൻ ആയിരിക്കുന്നിടത്ത് പ്രകാശമായിരിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഞാനത്. എൻ്റെ ഓഫീസിലായിക്കൊള്ളട്ടെ, എൻ്റെ ഭവനത്തിലായിക്കൊള്ളട്ടെ, ഞാൻ ആയിരിക്കുന്ന സഭയിലായിക്കൊള്ളട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച്, നമ്മളെല്ലാവരും ട്രൂലി ലൈറ്റ് ആണെങ്കിൽ നമ്മൾ ഒന്നിച്ച് കൂടി വരുമ്പോൾ ആ ദേശത്തിന് എന്തൊരു വെട്ടമായിരിക്കും, ആ ദേശത്ത് എന്തൊരു വെളിച്ചമായിരിക്കും അല്ലേ. നമുക്ക് ഈ ക്ലസ്റ്റർ ലൈറ്റുകളൊക്കെ അറിയാം അല്ലേ, 6-7 ബൾബുകൾ ഒന്നിച്ചൊരു സ്റ്റാൻഡിൽ നിൽക്കുന്ന ലൈറ്റുകൾ, അതിന് ക്ലസ്റ്റർ ലൈറ്റ്സ് എന്നാണ് പറയുന്നത്. ചിലതിനകത്തും ഒരുപാട് ലൈറ്റുകളുള്ളതുണ്ട്, 10, 50, 500 ലൈറ്റുകളുണ്ട്. ഇവിടെയൊക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും ഇലക്ട്രീഷ്യൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനകത്തുനിന്ന് അവിടെ ഇവിടെയൊക്കെ 3-4 ബൾബ് ഫ്യൂസായി കഴിഞ്ഞിട്ട് ആ ലൈറ്റ് ഒന്ന് കത്തിച്ചിട്ട് എന്തോ ഒരു വൃത്തികേടാ അല്ലേ. അത് നമ്മുടെ പല്ലിനകത്ത് ഫ്രണ്ടിലെ 2-3 പല്ലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അതിന് ഭംഗിയൊന്നുമില്ല അല്ലേ. അതിനേക്കാൾ കഷ്ടമാണ് ഒരു 10-20 ബൾബുകളുള്ള ഒരു ക്ലസ്റ്റർ ലൈറ്റിനകത്ത് ഒരു 6-7 ബൾബ് അവിടെ ഇവിടെയൊക്കെ ഫ്യൂസായിരിക്കുക. ഇന്നത്തെ അനേക ചർച്ചകളുടെ ഗതിയാണ്. ഓൾമോസ്റ്റ് ഓൾ ബൾബ്സ് ഫ്യൂസായിരിക്കുക. അവിടെ ഇവിടെയൊക്കെ 2-3 ലൈറ്റുകൾ കത്തിക്കൊണ്ടിരിക്കുക. എത്ര വെട്ടം വരും അവിടെ? ഒന്ന് ചിന്തിച്ച സഹോദരങ്ങളെ, ഇങ്ങനെ കുറച്ച് ബൾബുകൾ ഫ്യൂസ് ആയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇവിടെ 3-4 ലൈറ്റുകൾ മാത്രം, ബൾബ് മാത്രം കത്തിക്കൊണ്ടിരിക്കുക. എത്ര വെട്ടം വരും അവിടെ? അതുകൊണ്ട് ആ ദേശത്ത് ലഭിക്കാത്ത വെട്ടം. ഞാനും നിങ്ങളും വെളിച്ചമായി കർത്താവ് വിളിച്ചിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം യു ആൻഡ് ഐ ആർ സെപ്പറേറ്റ് ലാംപ്സ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആ വചനത്തിലേക്കൊന്ന് വന്നേ, മത്തായിയുടെ സുവിശേഷത്തിലേക്കൊന്ന് വന്നേ. അവിടെ ഒരു മനോഹരമായ ഒരു വചനഭാഗം കൊണ്ട് അതിന് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. 16-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. മത്തായിയുടെ സുവിശേഷം 14-ലാണ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ യു കനോട്ട് ഹൈഡ് യുവർ സെൽഫ് വെൻ യു ഹാവ് ലൈറ്റ് ഇൻ യു. നമ്മളിൽ വെളിച്ചമുണ്ടെങ്കിൽ, നമ്മളിൽ വെളിച്ചമാണ്, ഞാൻ വിളക്കാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. വെളിച്ചമുണ്ടെങ്കിൽ നമ്മൾ വിളക്കാണെന്ന് എല്ലാവരും അറിയും. ഇവിടെ പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കത്തില്ല, അതെല്ലാവർക്കും കാണാൻ പറ്റും. അപ്പൊ എന്നിലും നിങ്ങളിലും റിയൽ ഫയർ ഉണ്ടെങ്കിൽ, റിയൽ ലൈറ്റ് ഉണ്ടെങ്കിൽ, പീപ്പിൾ അറൗണ്ട് us will know it. എന്നിലും നിങ്ങളിലും ക്രിസ്തുവിന്റെ വെളിച്ചമുണ്ടെങ്കിൽ സഹോദര സഹോദരി, ചുറ്റുപാടുമുള്ളവർ അത് അറിഞ്ഞിരിക്കും. സഭയിലുള്ളവർക്ക് അത് അറിയാൻ പറ്റും, ഭവനത്തിലുള്ളവർക്ക് അത് അറിയാൻ പറ്റും, ഭാര്യയ്ക്ക് അറിയാൻ പറ്റും ഭർത്താവിന് വിളക്കുണ്ടോന്ന്, ഭർത്താവിന്റെ വിളക്ക് കത്തുന്നുണ്ടോന്ന്, ഭർത്താവിന് അറിയാൻ പറ്റും ഭാര്യയുടെ വിളക്ക് കത്തുന്നുണ്ടോന്ന്, മക്കൾക്ക് അറിയാൻ പറ്റും അപ്പനും അമ്മയിലും ഈ പറഞ്ഞിരിക്കുന്ന വിളക്കുണ്ടോ എന്ന്. ഇവിടെ അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 16-ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. So you cannot hide yourself, neither me. എനിക്ക് മറഞ്ഞിരിക്കാൻ പറ്റില്ല, എനിക്കൊരു രഹസ്യ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. Probably I can hide my title of being a Christian. പീഡനങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പുറത്ത് പേര് പറയാൻ പറ്റത്തില്ല, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. പക്ഷേ നമ്മുടെ പ്രവൃത്തികളെ ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു മിഷണറിയെ കുറിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചതാണ്. പ്രായമായതുകൊണ്ട് ഓർമ്മ കിട്ടുന്നില്ല. ഒരു ദൈവദാസൻ, ഒരു മിഷണറി ആ ദേശത്ത് കടന്നു ചെന്നിരുന്നു. ഖാനയിലാണോ എന്ന് എനിക്കറിയില്ല. ഒരു മിഷണറി അവിടെ കടന്നുപോയി. അദ്ദേഹം ചെന്ന് സുവിശേഷമൊക്കെ പറഞ്ഞു. ലെപ്രസി, കുഷ്ഠരോഗികളെയൊക്കെ ചികിത്സിച്ചു. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ അനേക വർഷങ്ങൾ അവിടെ മിഷണറി ഇല്ലാതിരുന്നു. അനേക വർഷങ്ങൾക്ക് ശേഷം a group of missionaries visited that place. They thought they were there for the first time. അവർ വിചാരിച്ച് ആദ്യമായിട്ട് ആ ദേശത്തേക്ക് കടന്നു പോകുന്ന മിഷണറിമാരാണ് അവരെന്ന് കരുതി. അവരവിടെ ചെന്നിട്ട് യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനകത്തു നിന്ന് പ്രായമുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ യേശു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന ആളാണ്. നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും ആ വ്യക്തിക്കുണ്ടായിരുന്നു. താടിയൊക്കെ ഉള്ള ഒരാൾ, കുറച്ച് പ്രായമുള്ള ഒരാൾ.
ഞങ്ങളെ സ്നേഹിച്ചിരുന്നു, ഞങ്ങളുടെ പഴയ ആൾക്കാരെയൊക്കെ കുഷ്ഠരോഗികളായിരുന്നവരെ സൗഖ്യമാക്കിയായിരുന്നു, ഞങ്ങളുടെ വീടുകളിൽ വന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു, ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. നിങ്ങൾ ഈ പറയുന്ന യേശു കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ വന്ന് ജീവിച്ചിരുന്ന ആളാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ദാറ്റ് മീൻസ് there was a missionary. അദ്ദേഹം മിഷണറി ആണെന്നോ അദ്ദേഹം ക്രിസ്ത്യൻ ആണെന്നോ അവിടെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷെ തന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ അവിടെ കാണിച്ചു. അപ്പൊ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ചില സാഹചര്യങ്ങളിൽ ഞാൻ ക്രിസ്ത്യനാണെന്ന് മറ്റുള്ളവരോട് പറയാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. പക്ഷേ നിന്നിലെ ക്രിസ്ത്യാനിറ്റി, നിന്നിലെ ലൈറ്റ് ഓഫ് ക്രൈസ്റ്റ്, യു കനോട്ട് ഹൈഡ് എനിവെയർ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ക്രിസ്ത്യനാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ തന്നെയും എന്റെ ജീവിതത്തിലൊരു വലിയ വ്യത്യാസം അവർ കാണും. കാരണം എന്നിലേക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ, ഇവിടെ വചനം പറയുന്നു, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ ഗ്ലാസ് ഹൗസുകളൊക്കെ അറിയാമല്ലോ. നമ്മുടെ ഈ ഗ്ലാസ് കൊണ്ടുണ്ടാക്കുന്ന ഗ്ലാസ് വാൾസ് ഉള്ള കൺസർവേറ്ററി ഒക്കെ നമുക്കറിയാം അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഇച്ചിരി ഉയർന്ന സ്ഥലത്തൊരു വീടുണ്ട്, ആ വീടിന്റെ കൺസർവേറ്ററി അല്ലെങ്കിൽ ആ വീടൊരു ഗ്ലാസ് ഹൗസ് ഉണ്ടെന്ന് വെച്ചു, അതിനകത്തൊരു ബൾബ് കത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും കാണുന്നത്? എത്ര അകലെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. ആ പ്രകാശം ആ ഗ്ലാസിനകത്തൂടെ വെളിയിലേക്ക് വരും. ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്. ഗ്ലാസ് മീൻസ് ട്രാൻസ്പെറൻ്റ്. അകത്തുള്ളത് പുറത്ത് കാണാം, പുറത്തുള്ളത് അകത്ത് കാണാം. അതിനാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ്. അവന് അകത്തൊരു ജീവിതവും പുറത്തൊരു ജീവിതവും ഇല്ല. അവന്റെ അകവും പുറവും ഒന്നാ. അതാ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹല്ലേലൂയ. എനിക്കൊരു രഹസ്യ ജീവിതമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു ജീവിതവും, എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ മറ്റൊരു ജീവിതവും ജീവിക്കുന്നവനാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയല്ല. അപ്പോൾ എൻ്റെ അകവും പുറവും ഒന്നാണെങ്കിൽ, ഞാൻ പുറത്ത് കാണിക്കുന്നത് തന്നെയാണ് എൻ്റെ അകത്തെ ജീവിതമെങ്കിൽ, എൻ്റെ അകത്തുള്ള പ്രകാശം അതുപോലെ തന്നെ പുറത്തു വരും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നിടത്ത് ലോകത്തിന്റെ വെളിച്ചമായി നാം നിൽക്കുമ്പോൾ, അത് നമ്മുടെ ജോലി സ്ഥലത്ത് അവിടുത്തെ ഇരുട്ട് നമ്മൾ മാറ്റണം. നമ്മുടെ ചുറ്റുപാട് നമുക്ക് റീച്ച് ചെയ്യാവുന്ന ഒരു സർക്കിൾ ഉണ്ട്. നമുക്ക് ഈ ലോകത്തിൽ എല്ലായിടത്തും വെളിച്ചം കാണിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് വെളിച്ചം നമുക്ക് കൊടുക്കുവാനായിട്ട് പറ്റും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, വെളിച്ചം കടന്നു ചെല്ലുമ്പോഴാണ് ഇരുട്ടിന്റെ ആധിക്യം അവർക്ക് മനസ്സിലാകുന്നത്. എന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് എന്റെ ചുറ്റുപാടുമുള്ളവര് ചിന്തിക്കുന്നത്, ഈ വ്യക്തിയെ പോലല്ലല്ലോ ഞാൻ. ഈ വ്യക്തി സൗമ്യനാണ്. എന്തുമാത്രം പ്രതികരണം, എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകിയാലും സൗമ്യതയോടെ നിൽക്കുന്നു. ചുറ്റുപാടുള്ളവർ പറയുന്നത്, ഞങ്ങൾ അങ്ങനെയല്ലോ, ഞങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് ഈ ഒരു പ്രകാശവുമായിട്ടൊരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ, ഹല്ലേലൂയ, അവരെല്ലാം ഡേർട്ടി ജോക്സ്, തമാശ, എന്തെങ്കിലുമൊക്കെ വൃത്തികെട്ട എന്താ പറയുന്ന ആധാർമികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അശ്ലീലമായ ഭാഷയിൽ പറഞ്ഞ് ചിരിക്കുമ്പോൾ, ഒരു ദൈവ പൈതൽ, കർത്താവിനെ ഭയപ്പെടുന്ന ഒരു ദൈവ പൈതല് ആ ഓഫീസിലേക്ക് കടന്നു ചെന്ന് അവരുടെ കൂട്ടു സഹപ്രവർത്തകനായിട്ട് ജോലി ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ഈ വൾഗർ തമാശകളിൽ ഒന്നും തന്നെ ഇടപെടാതെ ആ വ്യക്തി സൗമ്യമായിട്ട് മാറി നിൽക്കുമ്പോൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും, ഈ വ്യക്തി ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്, പക്ഷേ ഞങ്ങൾ ഈ പറയുന്നതിനൊന്നും അദ്ദേഹം ചിരിക്കുന്നില്ലല്ലോ. ഞങ്ങൾ കോപിച്ചാലും ആ മനുഷ്യൻ സൗമ്യതയോടാണല്ലോ വരുന്നത്. ഞങ്ങൾ എത്ര ഇൻസൾട്ട് ചെയ്താലും ഞങ്ങളുടെ ഒരു ആവശ്യം വരുമ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ഓടി വരുന്നല്ലോ. കറക്റ്റ് സമയത്ത് ഓഫീസിൽ വരുന്നല്ലോ. ഞങ്ങളെപ്പോലെ കള്ളത്തരങ്ങളൊന്നും ആ മനുഷ്യൻ കാണിക്കുന്നില്ലല്ലോ. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ ക്രിസ്ത്യാനിയാണെന്ന്. പക്ഷെ ഹിസ് ലൈഫ് സ്പീക്സ് ലൗഡർ ദാൻ ഹിസ് വേർഡ്സ്. അവന്റെ ജീവിതം അവന്റെ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. കർത്താവ് പറഞ്ഞത്, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്ന. ലോകം മുഴുവനും അന്ധകാരത്തിലാണ്. നമ്മുടെ ജോലി സ്ഥലത്തും നോക്കിയ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, നിരാശരായി, കുടുംബജീവിതം തകർന്ന് തരിപ്പണമായി, ഡിവോഴ്സറായി, സിംഗിൾ മദേഴ്സും സിംഗിൾ ഫാദേഴ്സുമായി നമ്മുടെ ചുറ്റുപാടുമുള്ളവർ അങ്ങനെ അന്ധകാരത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ, ദൈവം നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുന്ന ഒരു പ്രകാശമായി, നിന്റെ ജീവിതം കണ്ട്, നിന്റെ സൽപ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് അവർ നിന്റെ അടുക്കലേക്ക് വരും. നിന്റെ ജീവിതം കണ്ടിട്ട്, നിന്റെ വെളിച്ചം കണ്ടിട്ട് നിന്നിലേക്ക് അടുത്തു വരും. Praise God. Light illuminates. Oil illuminates. എണ്ണ നമ്മളെ കത്തിക്കുന്നതാ. നമ്മളത് പറയരുത്, നമ്മൾ മറന്നു പോകരുത്. എണ്ണ കത്തിക്കുന്നത്. നമ്മൾ കർത്താവിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, കർത്താവ് നസ്രത്തിൽ നിന്ന് വന്ന് കവർന്നഹൂമിൽ താമസിക്കുക.
കർത്താവ് നസ്രത്തിൽ തൻ്റെ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവ് സ്നാനമൊക്കെ കഴിഞ്ഞ് താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. തൻ്റെ ശുശ്രൂഷ പിശാച് പരീക്ഷിച്ചതിന് ശേഷം താൻ ശുശ്രൂഷയിലേക്ക് കടന്നിട്ട് താൻ ആദ്യം ചെയ്യുന്നതെന്നറിയാമോ? തൻ്റെ ജന്മസ്ഥലമായ നസ്രത്ത് വിട്ടിട്ട് താൻ കബർന്നഹൂമിലേക്ക് വന്ന് താമസം ആരംഭിക്കുകയാണ്. കബർന്നഹൂമിലേക്ക് താമസം ആരംഭിക്കുമ്പോൾ താഴെ എഴുതിയിരിക്കുന്ന വാക്യം, സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള ദേശവും ജാതികളുടെ ഗലീലയും ഒരു വലിയ വെളിച്ചം കണ്ടെന്ന്. കാരണം എന്നാ? കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. യോഹന്നാന്റെ സുവിശേഷം 8:12 പറയുന്നു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു, ലോകത്തിന്റെ വെളിച്ചമാകുന്ന യേശു ആ ദേശത്തേക്ക് കബർന്നഹൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ കബർന്നഹൂം മാത്രമല്ല, ചുറ്റുപാടുമുള്ള സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള സ്ഥലവും അതുപോലെ ഗലീലയും ഒക്കെ ഒരു വലിയ വെളിച്ചം കണ്ടു. വചനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ഒരു ജനം വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിന്റെ ദേശത്തിലെ നിഴലിൽ ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. They have seen a big light, great light. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വെളിച്ചമായ ക്രിസ്തു അവിടെ കടന്നു ചെന്നപ്പോൾ ചുറ്റുപാടുമുള്ളവർക്ക് പ്രകാശം ലഭിച്ചെങ്കിൽ, മരണത്തിലിരുന്ന ഒരു ജനം വലിയൊരു വെളിച്ചത്തിലേക്ക് പ്രകാശം അവരുടെ മധ്യത്തിൽ ഉദിച്ചെങ്കിൽ, നിങ്ങൾ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ വെളിച്ചം പ്രാപിച്ച ഞാനും നിങ്ങളും ദേശത്തിൽ എവിടെ കടന്നുപോയാലും ആ ദേശത്തില് അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്നിടത്ത് ചുറ്റുപാടുകളിൽ വെളിച്ചം കൊടുക്കുവാൻ നമുക്ക് കഴിയുമോ? ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയാമോ? നമ്മുടെ ജോലി സ്ഥലത്ത് അവരെക്കാൾ വഷളായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? നമുക്ക് എത്ര പേർക്ക് സാക്ഷ്യമുണ്ട് ജോലി സ്ഥലത്ത്? അവർ കാണിക്കാത്ത പലതും നമ്മൾ കാണിക്കുക. ഇന്ന് നമുക്ക് ആകെപ്പാടെ ഭയമുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ചർച്ചിൽ ഈ വിഷയങ്ങളൊന്നും അറിയരുത്, അല്ലേ? കൂട്ടുവിശ്വാസികൾ ഈ വിഷയങ്ങളൊന്നും അറിയരുത്. ബാക്കി ആരറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ കൂടെ നമ്മൾ പാർട്ടിയാണ്. വി ബിക്കം അനദർ വി ഹാവ് അനദർ സ്റ്റൈൽ ദെയർ. ഈ സൺഡേയിലെ സഭാ വർഷിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ വർഷിപ്പ് എന്നൊക്കെ പേരേ ഉള്ളൂ. ഇതൊന്നും അല്ല വർഷിപ്പ്. ഇഫ് യു ഡോണ്ട് സബ്മിറ്റ് യുവർസെൽഫ് ഓൺ ദി ആൾട്ടർ ഓഫ് ഗോഡ്, യു ആർ നോട്ട് വർഷിപ്പിംഗ് അറ്റ് ഓൾ. അബ്രഹാം ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ വെച്ചപ്പോഴാണ് അബ്രഹാം ആരാധിച്ചതായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആരാധന എന്നുള്ള വാക്യം ആദ്യമായിട്ട് വന്നത് ജനസിസ് 22 നമ്മൾ വായിക്കുന്നത്. ആ ആരാധന എന്നുള്ള വാക്യം കണക്ട് ചെയ്തിരിക്കുന്നത് സാക്രിഫൈസിങ് his own son on the altar. അതിന് ആരാധന എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും എന്നെയും നിങ്ങളെയും തന്നെ കർത്താവിന്റെ യാഗപീഠത്തിൽ സമർപ്പിച്ചില്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നാം ദൈവത്തെ ആരാധിക്കുന്നെന്ന്? റോമാലേഖനം 12:1 പറയുന്നു, I beseech you brethren by the mercies of God, submit your bodies a living sacrifice. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിനെ ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിപ്പിരുന്ന, ജീവനും വിശുദ്ധിയും ഉള്ളതായിട്ട് സമർപ്പിപ്പിരുന്ന, അതാണ് ആരാധന. ഐ ബിസീച്ച് യു ബ്രദറൻ ബൈ ദ മെർസീസ് ഓഫ് ഗോഡ്. അങ്ങനല്ലേ വാക്യം എഴുതിയിരിക്കുന്നത്? നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായിട്ട് എഴുതിയിരിക്കുന്നു. ആ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കണം. അതാണ് ആരാധന. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇതാണ് ആരാധന. ഇപ്പൊ സൺഡേ ഞാൻ വർഷിപ്പ് ചെയ്തു എന്ന് പറഞ്ഞു, സൺഡേ ഞാൻ ആരാധിച്ചു എന്ന് പറഞ്ഞു. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ അതെങ്ങനെ ആരാധനയാകും? കൂടി വരുന്നത് ആരാധനയാണെങ്കിൽ കൂടി വരുന്ന എത്രയെല്ലാം സ്ഥലങ്ങളുണ്ട്, അതെല്ലാം അവിടെയെല്ലാം ആരാധനയാണോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാനും നിങ്ങളുമായിരിക്കുന്നിടത്ത് വെളിച്ചമായിരിക്കുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. കാരണം കർത്താവ് കടന്നു പോയിടത്തൊക്കെ വെളിച്ചമായിട്ടാണ് കർത്താവ് പോയത്. അവിടുത്തെ ഇരുള് നീങ്ങി, അവിടുത്തെ മരണത്തിൻ്റെ ആധിപത്യം നീങ്ങി. The spirit of death was afraid of him. നമ്മൾ കടന്നു പോകുന്നിടത്ത് ചില ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ സ്പിരിറ്റ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ ആധിപത്യം, മരണത്തിന്റെ ആത്മാവ്, നിരാശയുടെ ആത്മാവ്, അന്ധകാരത്തിന്റെ ആത്മാവ്, ഇരുളിന്റെ ആധിപത്യം നിന്റെയും എന്റെയും ഉള്ളിലുള്ള ക്രിസ്തുവിന്റെ വെളിച്ചത്താൽ ആ ഭവനം വിട്ടു പോകണം, ആ വ്യക്തിയെ വിട്ടു മാറണം. അതിനുള്ള അഭിഷേകമാണ്, അതിനുള്ള ഓയിലാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ we don't have the oil inside us. നമ്മൾ കത്തുന്നില്ല. കാരണം ആരും വെളിച്ചം കാണുന്നില്ല. നമ്മൾ കത്തുന്നില്ല, നമ്മൾ പ്രകാശിക്കുന്നില്ല. സാംസ് 18:28 സങ്കീർത്തനങ്ങൾ 18:28 സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്,
അവിടുന്ന് യഹോവയെക്കുറിച്ച് പറഞ്ഞു, യഹോവേ നീ എൻ്റെ ദീപത്തെ കത്തിക്കും, യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദിസ് ഈസ് സംതിങ് ഓൺലി ഗോഡ് ക്യാൻ ഡു. നമ്മുടെ ദീപത്തെ കത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പറ്റൂ. സർവശക്തനായ ദൈവത്തിന് മാത്രമേ എന്നിലെ ദീപത്തെ കത്തിക്കാൻ പറ്റൂ. ബിക്കോസ് ഹി ഈസ് ദി ഓയിൽ. അവനാണ് എണ്ണ. അവൻ എൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ എൻ്റെ ദീപം കത്തത്തില്ല, എൻ്റെ അന്ധകാരം പ്രകാശമാകത്തില്ല. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഓരോരുത്തർക്ക് വിളക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ കത്തുന്നില്ലെങ്കിൽ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ നീ എൻ്റെ ദീപത്തെ കത്തിക്കണമേ, അവിടുന്ന് എൻ്റെ ദീപത്തെ ഒന്ന് കത്തിക്കണമേ. ഞാനൊരു ദീപമാണ്, പക്ഷേ കത്താതെ അവിടെ ഇരിക്കുക. തിരിയുണ്ട്, രൂപമുണ്ട്, എല്ലാമുണ്ട്, കത്താനുള്ള പൊട്ടൻഷ്യൽ എല്ലാം ഉണ്ട്, പക്ഷെ കത്തുന്നില്ല, അകത്തെണ്ണയില്ല. നീ എൻ്റെ ദീപത്തെ ഒന്ന് കത്തിക്കണമേ, നീ എൻ്റെ അന്ധകാരത്തെ ഒന്ന് പ്രകാശമാക്കണമേ. പ്ലീസ് ലൈറ്റ് മീ അപ്പ് ലോർഡ്, ടേൺ മൈ ഡാർക്ക്നെസ് ഇൻടു ലൈറ്റ്. ഇന്നത്തെ രാത്രികാലം സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ നോക്കിക്കേ, മിഷണറിമാരെ നോക്കിക്കേ. അവർ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് കടന്നു പോയപ്പോൾ ലോകത്തിൽ എന്തൊരു മാറ്റമാണ് സംഭവിച്ചത് അല്ലേ? വസ്ത്രം ഉടുക്കാതെ നടന്നവർ വസ്ത്രം ഉടുക്കാൻ തുടങ്ങി അല്ലേ? മനുഷ്യമാംസം തിന്നുകൊണ്ടിരുന്നവർ മനുഷ്യമാംസം വിട്ടിട്ട് അവർക്ക് മനസ്സിലായി മനുഷ്യരെന്ന് പറഞ്ഞ് ഇത് ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് മനുഷ്യർക്ക് മനസ്സിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു തിന്നുകൊണ്ടിരുന്നവർ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ വനാന്തരങ്ങളിലൊക്കെ, ആമസോൺ വനാന്തരങ്ങളിലൊക്കെ, ആഫ്രിക്കയുടെ ചില പ്രദേശങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ തിന്നുകൊണ്ടിരുന്നവരുടെ മധ്യത്തിലേക്ക് കടന്നു. നമുക്കറിയാമല്ലോ, ജിം എലിയട്ടിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ തിന്നുകൊണ്ടിരുന്നവരുടെ ഇടയ്ക്കിലേക്ക് സുവിശേഷം കടന്നു ചെന്നപ്പോൾ, ക്രിസ്തുവിന്റെ വെളിച്ചം കടന്നു ചെന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിരിച്ചു അറിയുവാൻ തുടങ്ങി, ഞങ്ങൾ എല്ലാവരും മനുഷ്യരാണെന്ന്. അവർ കടന്നുപോയിടത്തൊക്കെ വെളിച്ചമുണ്ടായിരുന്നു. അവരുടെ കടന്നുപോയിടത്ത് വിദ്യാഭ്യാസം മനുഷ്യന് കൊടുത്തു അല്ലേ? രോഗം എന്താണെന്ന്, ആരോഗ്യം എന്താണെന്ന്, ദുഃഖം എന്താണെന്ന്, പ്രയാസങ്ങൾ എന്താണെന്ന്, ഇരുട്ട് എന്താണെന്ന്, ഇരുട്ടിനെ അവർ എക്സ്പോസ് ചെയ്തു. ബിക്കോസ് ദേ ഹാഡ് ദ ലൈറ്റ്. ന്യായപ്രമാണമില്ലെങ്കിൽ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകത്തില്ല. പാപത്തെ വെളിപ്പെടുത്തുന്നത് ന്യായപ്രമാണം അല്ലേ? നിയമമില്ലെന്നുണ്ടെങ്കിൽ കുറ്റത്തെക്കുറിച്ച് അറിയാൻ പറ്റുമോ നമുക്ക് അല്ലേ? ഇവിടെ ആരെങ്കിലും വെളിയിൽ ഒരു ബോർഡ് വെച്ചിരിക്കുക, ഇവിടെ പാർക്ക് ചെയ്യരുതെന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ പാർക്ക് ചെയ്യുന്നത് തെറ്റാണ്. ആ ബോർഡ് അവിടെ ഇല്ലെങ്കിലും ഒരിടത്തൊരു ബോർഡ് എഴുതി വെച്ചിരിക്കുക, ഇവിടെ തുപ്പരുതെന്ന് എഴുതി വെച്ചിരിക്കുക. നമ്മളവിടെ തുപ്പുമോ? തുപ്പുന്നവരുണ്ട്, അഹങ്കാരികളുണ്ട്. ബോർഡ് ഇരിക്കില്ല, ഒരൊറ്റ തുപ്പ്, ബോർഡെ തന്നെ തുപ്പുന്നവരുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരൊക്കെ. ഞാൻ പറഞ്ഞത് അതല്ല. ആ നിയമം അവിടെ ഉള്ളത് കൊണ്ടാണ് ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. വെളിച്ചമുള്ളത് കൊണ്ടാണ് ഇരുട്ടിൻ്റെ ആധിപത്യത്തെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ വെളിച്ചവുമായിട്ട് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് അപ്പോസ്തലന്മാരും മിഷണറിമാരും കടന്നു ചെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞങ്ങൾ ഇരുട്ടിലാണ് ജീവിക്കുന്നതെന്ന്. അതുവരെ അവർക്ക് മനസ്സിലായില്ല. ദാറ്റ് ഈസ് വാട്ട് മൈ പോയിന്റ് ഈസ്. സഹോദര സഹോദരി, ഞാനും നിങ്ങളും ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഞാനും നിങ്ങളും താമസിക്കുന്നിടത്ത് തങ്ങൾ ഇരുട്ടിലാണെന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളിൽ വെളിച്ചമുള്ളതായിട്ട് അവർ കാണണം. നമ്മളിലെ വെളിച്ചത്തിന് മാത്രമേ അവരുടെ ഇരുട്ടിനെ എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റൂ. ഹല്ലേലൂയ. ഐ ഹോപ്പ് വി ഓൾ ഫോളോ ദിസ്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വേറൊരു പോയിന്റ് കൂടെ നമുക്ക് മനസ്സിലാക്കും. മനോഹരമായൊരു വാക്യമുണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:5. വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. കർത്താവിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു എന്ന് ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ താഴേക്ക് വന്നിട്ട് 1:5 പറയുകയാണ്, അവിടെ എഴുതിയിരിക്കുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. നമ്മളുള്ളിടത്ത് പലരും പറഞ്ഞില്ല എനിക്ക് അവിടെ പറ്റത്തില്ല, ഇവിടെ പറ്റത്തില്ലെന്ന്. നോ, നിന്നിലെ വെളിച്ചം എത്രമാത്രം ശക്തിയായിട്ട് കത്തുന്നുവോ അത്രമാത്രം ഇരുട്ട് നിന്നിൽ നിന്ന് മാറി നിൽക്കും. ഇരുട്ടിന് ഭയമാണ് വെളിച്ചത്തെ. ചെറിയ 0 വോൾട്ട് ബൾബേ ഉള്ളെന്ന് പറഞ്ഞാലും ഇരുട്ടിന് പേടിയാ വെളിച്ചത്തെ. എത്ര കട്ടിയായിട്ടുള്ള ഇരുട്ടാന്ന് വെച്ചോ, ഒരു ടോർച്ചിങ്ങനെ അടിച്ചു നോക്കിയാൽ ഇരുട്ട് മാറും. ആ ബീം ലൈറ്റ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? സഹോദരങ്ങളെ, വീട്ടിലൊക്കെ എപ്പോഴും ലൈറ്റ് ഇടുമ്പോൾ വണ്ടിയുടെ ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഓർക്കണം, അവിടെ എല്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്, ഇരുൾ പ്രകാശത്തെ പേടിക്കുന്നത്. ലോകത്തിലെ ഇരുട്ട് എത്ര വലുതായാലും ആ ഇരുട്ടിനോട് ചേരുവാനല്ല. നിന്നിൽ പ്രകാശമുണ്ടെങ്കിൽ ഇരുട്ട് നിന്നെ ഭയപ്പെടും.
കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ഇരുളതിനെ പിടിച്ചടക്കത്തില്ല. മറ്റുള്ളവരുടെ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നിടത്ത് ചിലരില്ലയോ ആരുടെ മേൽ ചിലർ പറയുന്നുണ്ട്, ചില വീടുകളിൽ പോയി പ്രാർത്ഥിക്കരുത്, അവിടുത്തെ പിശാചെല്ലാം കൂടെ നമ്മുടെ മേലോട്ട് കയറും. അതെങ്ങനെയാണ്? അങ്ങനെയായിരുന്നു അപ്പോസ്തലന്മാരുടെ ദേഹത്തൊക്കെ മൊത്തം പിശാചായനമായിരുന്നു. അത് വെളിച്ചമില്ലാത്തതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. നിന്റെ വെളിച്ചവുമായിട്ട് കടന്നു ചെന്നാൽ ഇരുളിന് വെളിച്ചത്തെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. നിന്നിലെ വെളിച്ചം കണ്ടാൽ ഇരുളോടും. നിന്നിലെ വെളിച്ചം കണ്ടാൽ ഇരുള് അവിടെ നിന്റെ മുമ്പിൽ കുമ്പിടും, നിന്റെ മുമ്പിൽ അവൻ താണു നിൽക്കും. ഇവിടെ അതാ വാക്യം പറഞ്ഞത്, ഇരുളിനോ വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല. അടുത്തത് ഓയിൽ സോഫ്റ്റൻസ്, എണ്ണ മൃദുലമാക്കുന്നു. മൃദുലമാക്കുന്ന എണ്ണ നമ്മളെ ഒരു ഡിഫറെൻ്റ് ലെവൽ, കഠിന ഹൃദയന്മാരായിരിക്കുന്ന വ്യക്തികളെ മൃദുവാക്കുന്നതാണ് എണ്ണ. 35 വർഷം മുമ്പ് കർത്താവിനെ കണ്ടു, ഇപ്പോഴും അന്നത്തെ സ്വഭാവം തന്നെ. കടുംപിടുത്തമാണ് കാണിക്കുന്നത്, കോപമാണ് കാണിക്കുന്നത്, വഴങ്ങാത്ത സ്വഭാവമാണ് കാണിക്കുന്നത്, മൂശാട്ടയാണ് കാണിക്കുന്നതെങ്കിൽ എവിടെ എണ്ണയുണ്ട് നിനക്ക്? എണ്ണ നിനക്ക് വേണ്ടി എന്തോ ചെയ്തു? ഓയിൽ സോഫ്റ്റ്നസ്, എണ്ണ നമ്മളെ മൃദുലമാക്കും. ദൈവത്തിൻ്റെ എണ്ണ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ എണ്ണ നമ്മുടെ പേഴ്സണാലിറ്റിയെ ചേഞ്ച് ചെയ്യും. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് മനുഷ്യ മൃഗമായിരുന്നു, മനുഷ്യനെ കടിച്ചു തിന്നുന്ന സ്വഭാവമായിരുന്നു. പക്ഷെ ഈ വെളിച്ചം അവൻ്റെ ഉള്ളിൽ, ആ എണ്ണ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നപ്പോൾ തിരിച്ചറിയുവാൻ്റെ കോണം കഴിഞ്ഞു. ഞാൻ മൃഗമല്ലെന്ന് തിരിച്ചറിയുവാൻ്റെ കോണം മനുഷ്യന് കഴിഞ്ഞത് ഈ എണ്ണ അകത്ത് ചെന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, അവർ ദൈവത്തെ കണ്ടതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, നോക്കിക്കേ, ഡിവൈൻ ഗ്രേസ് സോഫ്റ്റൻസ് അവർ സ്റ്റോണി ഹാർട്ട്. നമ്മുടെ കല്ലായിരിക്കുന്ന ഹൃദയങ്ങളെ സോഫ്റ്റൻ ചെയ്യണമെങ്കിൽ, സൗമ്യതയുള്ളതാക്കണമെങ്കിൽ, മൃദുലമാക്കണമെന്നുണ്ടെങ്കിൽ ഈ എണ്ണയകത്തുണ്ടാകും. നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുമല്ലോ ഇത്. നമ്മളിൽ എത്ര പേരുടെ ഉള്ളിൽ എണ്ണയുണ്ടെന്ന് നമ്മുടെ പുറത്ത് കാണിക്കുന്ന സ്വഭാവം കാണുമ്പോൾ അറിയാം. ഇപ്പോഴും കടിച്ചു കീറുന്ന സ്വഭാവമാണോ? പെട്ടെന്ന് അന്നോയിഡാകുന്ന സ്വഭാവമാണോ? ഷോർട്ട് ടെമ്പേർഡാകുന്ന സ്വഭാവമാണോ? ജഡ്ജ്മെൻ്റലാണോ? ഹാലിയ നമ്മൾക്ക് എപ്പോഴും എക്സ്ക്ലൂഡഡ് ആകുവാനുള്ള ആഗ്രഹം വന്ന് ഇവരിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നുള്ളത്. അതിൻ്റെ അർത്ഥം ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ എണ്ണയില്ല. കർത്താവ് ഈ എണ്ണയ്ക്ക് നമ്മുടെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞ് ഇസക്കിയേൽ 36:26 മനോഹരമായൊരു വാക്യം പറയുന്നുണ്ട്, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഇത് കർത്താവിൻ്റെ ഓയില്. ഈ ഓയില് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയാണ്. കല്ലായിരിക്കുന്ന നമ്മുടെ ഹൃദയം മാറ്റി മാംസളമായ ഹൃദയം. ഹി ടേക്സ് അവേ അവർ സ്റ്റോണി ഹാർട്ട് ആൻഡ് ഹി പുട്ട്സ് ഇൻ us a heart of flesh. ഈ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? കൺവേർഷനിൽ സംഭവിക്കേണ്ടതാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, ആ എണ്ണ എൻ്റെ ഉള്ളിലേക്ക് നിറയുമ്പോൾ ഇത് സംഭവിക്കേണ്ടതാണ്. എന്താണെന്നറിയാമോ? എൻ്റെ സ്റ്റോണി ഹാർട്ട്, കഠിനമായിരിക്കുന്ന എൻ്റെ ഹൃദയം, കഠിനമായിരിക്കുന്ന കല്ലായിരിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് കല്ലിലൊന്ന് കുത്തി നോക്കിക്കുക, വല്ല പ്രയോജനമുണ്ടോ? കല്ലിലൊന്ന് അടിച്ചു നോക്കിക്കുക, വല്ല പ്രയോജനമുണ്ടോ? കൈ നോവാവുന്നേ ഉള്ളൂ. ഒരു മാറ്റത്തിനും തയ്യാറാകാത്തതാണ് കല്ല്. അതിന് ഒന്ന് മാത്രമേ ചെയ്യാൻ പറ്റൂ, അടിച്ചു പൊടിക്കാൻ മാത്രമേ പറ്റൂ. അതിനെ ശിക്ഷിക്കാൻ മാത്രമേ പറ്റൂ. കല്ലിനോട് നമുക്ക് ദയ കാണിക്കാൻ പറ്റില്ല. We cannot be kind towards a rock because it is rock. Even after a millennium it is rock. It would never change. It can never become a soft and mud. നമുക്കറിയാം, ഈ വരമ്പുകളൊക്കെ ഇല്ല നാട്ടിൽ, ഈ വയൽ പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ. വയൽ പ്രദേശങ്ങളിൽ മഴയൊക്കെ നിന്ന് കഴിഞ്ഞ് വേനൽക്കാലമാകുമ്പോൾ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ ഡ്രൈ മഡ്. You know about this marshy land, where it is water still there in marshy land. When there is no more water, when the rainy season stops, when the monsoon stops, what will happen, In the hot summer, all this marshy land, that mud will turn out to be so hard. നാട്ടിലെ വയലിലൊക്കെ വേനൽക്കാലം വരുന്നുണ്ട്, വെള്ളമില്ലാതെ വരുന്നുണ്ട്, എന്തോ എന്നറിയുമോ, അവിടുത്തെ മണ്ണ് കട്ടിയാകും, കല്ലിനേക്കാൾ കട്ടിയാകും. അത് വെച്ച് ആരുടെയും തലയ്ക്ക് ഒരു ഏറ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കല്ലെറിയുന്നതിനേക്കാൾ അവിടെയും കാണാൻ കാല് തട്ടി വീണ് കഴിഞ്ഞാൽ കിട്ടിയത് തന്നെ. പക്ഷെ അത് സോഫ്റ്റ് ആകുന്നത് എപ്പോഴാണെന്നറിയാം? വീണ്ടും വെള്ളം വീഴണം. കർത്താവ് ഇവിടെ പറഞ്ഞു, നിന്റെ സ്റ്റോണി ഹാർട്ട് ഞാൻ മൃദുലമുള്ള ഹൃദയമാക്കി മാറ്റും. അങ്ങനെ വചനം പറയുന്നത്. കല്ലായിരിക്കുന്ന നിന്റെ ഹൃദയത്തെ മാറ്റി മാംസമായ ഹൃദയം ഞാൻ നിനക്ക് തരും.
പുതിയ നിയമത്തിലെ വാഗ്ദത്തമാണ്. കാരണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലേക്ക് പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ പഴയ നിയമത്തിലെ ഇസ്രായേലിന് കൊടുത്തതാ ഭാഗം ഒന്ന് വായിച്ചേ നിങ്ങളുടെ സഹോദരങ്ങളെ. മനോഹരമായ വാക്യങ്ങൾ. സമയം നമുക്ക് അധികമില്ലെങ്കിലും ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചിട്ട് പെട്ടെന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യഹസ്കേൽ 36 ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഇത് എവിടെ ആരോടെ പറഞ്ഞ? ഇസ്രായേലിനോട് പറഞ്ഞ വാഗ്ദത്തമാ. ഇൻ എ ഫ്യൂച്ചർ ഡേറ്റ് there is an event going to happen. അതായത് ഒരു സംഭവം സംഭവിക്കാൻ പോവുകയാണ് ചില നൂറ്റാണ്ടുകൾക്ക് ശേഷം. സമയം ഇവിടെ പറയുന്നില്ല. ചില കാലഘട്ടം കഴിയുമ്പോൾ ഒരു കാലം തരും. 31 ജെറമ്യ 31:33 വായിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ വേറൊരർത്ഥത്തിൽ എഴുതിയിട്ടുണ്ട് അവിടെ. ഞാൻ നിങ്ങളോട് പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും. ഇത് തന്നെ എബ്രായ ലേഖനം 8-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു പുതിയ കാലത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. പഴയ നിയമത്തിൽ എങ്ങും അത് സംഭവിച്ചിട്ടില്ല. അവരുടെ മേൽ ആത്മാവ് വല്ലപ്പോഴും ഒക്കെ വരിക എന്നുള്ളതല്ലാതെ അവരുടെ ഉള്ളിൽ സ്ഥിരമായി വസിക്കുവാൻ തക്കവണ്ണം ആത്മാവിനെ പഴയ നിയമത്തിൽ ആരുടെ മേലും പകർന്നിരുന്നില്ല. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ആത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ, ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമായി മാറും. അത് പുതിയ നിയമത്തിൽ മാത്രമാണ് സംഭവിച്ചത്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമായി തീർന്നത്. 1 കൊരിന്ത്യർ 6:19, 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനഗോഗുകളോ മാത്രം അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അത് ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് അന്ന് പറയാൻ പറ്റും. പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ പറ്റും, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണ്. കാരണം ദൈവം എന്നിൽ വസിക്കുന്നു. ആ കാലഘട്ടത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എണ്ണ നിന്റെ ഉള്ളിലേക്ക് പകരുമെന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ എണ്ണ നിന്റെ ഉള്ളിലേക്ക് പകർന്നു കഴിയുമ്പോൾ നിന്റെ കല്ലായിരിക്കുന്ന ഹൃദയം മാറി നിന്റെ ഹൃദയം മാംസമായി തീരുമെന്ന ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്. സഹോദര സഹോദരി, കർത്താവിൻ്റെ എണ്ണ ഉള്ളിൽ വന്നിട്ട് നമ്മുടെ കഠിന ഹൃദയം മാറിയിട്ടില്ല എങ്കിൽ ഇറ്റ് നെവർ ഹാപ്പൻഡ് ഇൻ us. അതൊരിക്കലും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഹൃദയം മൃദുലമായില്ലെങ്കിൽ, നമ്മുടെ വ്യക്തിത്വം മാറിയില്ലെങ്കിൽ, നമ്മുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആയിട്ടില്ലെങ്കിൽ, പുറത്ത് എന്തെല്ലാം മാറ്റം വന്നെന്ന് പറഞ്ഞാലും അകത്ത് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവരെ വെള്ള തേച്ച ശവക്കല്ലറുകളെ എന്ന് പറഞ്ഞത്. കാരണം എന്താ? പുറത്താണ് മാറ്റങ്ങൾ വന്നത്. പുറത്ത് മാർബിളായിരുന്നു. കഴിഞ്ഞ വർഷം അത് വൈറ്റ് പെയിന്റ് ആയിരുന്നു അടിച്ച, ഇപ്രാവശ്യം പിങ്ക് പെയിന്റ് അടിച്ചു, അടുത്ത പ്രാവശ്യം യെല്ലോ പെയിന്റ് അടിക്കും. ഏതാ ശവക്കല്ലറയുടെ? വല്ല പ്രയോജനമുണ്ടോ? അകത്ത് സ്ഥിരമായിട്ട് അത് തന്നെയാണ് കിടക്കുന്നത്. ഏതാ? ചീഞ്ഞഴിഞ്ഞ ശരീരം, എല്ലും പുല്ലും എല്ലാമാണ് കിടക്കുന്നതിനകത്ത്. വല്ല മാറ്റമുണ്ടോ? നമ്മൾ പുറത്ത് മേക്കപ്പാണ്. പുറത്ത് വെള്ള വസ്ത്രം ധരിച്ചാലും എന്തെല്ലാം പരിപാടി കാണിച്ചാലും നിന്റെ അകം മാറിയില്ലെങ്കിൽ, നിന്റെ അകത്ത് എണ്ണ വന്നില്ലെങ്കിൽ, നിന്റെ കഠിന ഹൃദയം നീങ്ങിയില്ലെങ്കിൽ എന്താ പ്രയോജനം? നമ്മുടെ ഹൃദയം മാറാത്ത കൊണ്ടാണ് നമ്മുടെ വായിലെ വാക്കുകൾ മാറാത്തത്. നമ്മുടെ ഹൃദയം മാറാത്ത കൊണ്ടാണ് നമ്മുടെ ചിന്താ രീതികൾ മാറാത്തത്. നമ്മുടെ ഹൃദയം മാറാത്തത് കൊണ്ടാണ് നമ്മുടെ ബിഹേവിയർ മാറാത്തത്. നമ്മുടെ ഹൃദയം മാറാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ നമുക്ക് കഴിയാത്തത്. നമ്മുടെ ഹൃദയം മാറാത്തത് കൊണ്ടാണ് ദുഷ്ടചിന്തകൾ നമ്മളിലേക്ക് വരുന്നത്. ഹൃദയം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. കഴിഞ്ഞൊരു നാൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടാങ്ക് വൃത്തിയായി കഴിഞ്ഞാൽ എല്ലാ ടാപ്പിലൂടെയും നല്ല വെള്ളം വരും. അത് കിച്ചൺ ടാപ്പിലൂടെ മാത്രമല്ല, ടോയ്ലറ്റ് ടാപ്പിലൂടെ ആണെങ്കിലും നല്ല വെള്ളമേ വരത്തുള്ളൂ. കാരണം ആ ടാങ്കുമായിട്ട് കണക്റ്റഡ് ആണ്. ടാങ്ക് ക്ലീൻഡ് ആണെങ്കിൽ, ടാങ്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഇഫ് ദ ടാങ്ക് ഈസ് നോട്ട് ക്ലീൻ, ലിവിങ് റൂമിലെ വെള്ളവും വായിക്കത് വെക്കാൻ കൊള്ളത്തില്ല. നമ്മളെല്ലാവരും ഇതാണ് ഈ സൈക്കോളജിയിലേക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? Psychology deals with individual things, but spirituality deals with the heart. എന്നെ കേൾക്കുന്ന സഹോദര, ഞാൻ മാറാനുള്ള എളുപ്പ വഴി എൻ്റെ ഹൃദയം മാറുകയാണ്. എൻ്റെ ഹൃദയം മാറുവാനുള്ള എളുപ്പ വഴി കർത്താവിൻ്റെ എണ്ണയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. ഞാൻ വേഗം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ കാര്യം കേട്ടത്, ഓയിൽ സോഫ്റ്റൻസ്. എണ്ണ നമ്മളെ മൃദുലമാക്കുന്നു. ഇപ്പം നമുക്കറിയാൻ പറ്റും നമ്മളിൽ എണ്ണ ഉണ്ടോ എന്നുള്ളത്. വെദർ ഐ ഹാവ് ഓയിൽ ഇൻ മീ ഓർ നോട്ട്, ത്രൂ മൈ സ്പീച്ച് ഓർ ആസ്ക് യുവർ വൈഫ്. മൈ ഡിയർ ഹസ്ബൻഡ്സ് ഹിയർ, മൈ ഡിയർ ലവ്ലി ബ്രദേഴ്സ്, ആസ്ക് യുവർ വൈഫ്സ് വെദർ യു ഹാവ് ഓയിൽ ഇൻസൈഡ് യു. ഷീ വിൽ ടെൽ യു.
My dear sisters, ask your husbands whether you have oil in you. He will tell you. Or ask your children. They will tell you whether you have oil in you. നിങ്ങളിൽ എണ്ണയുണ്ടോ എന്ന് ഒന്നിൽ ഭാര്യയോട് ചോദിക്കുക ഭർത്താവ്, അല്ലെ ഭർത്താവിനോട് ചോദിക്കുക ഭാര്യ, അല്ലെ മക്കളോട് ചോദിക്കുക. അവർ പറയും. കാരണം എന്താണെന്നറിയാമോ? Our behavior will show it. What is inside us. The Spirit burst every tumor of self-righteousness. The Spirit means the oil of God. ദൈവത്തിൻ്റെ എണ്ണ അകത്തേക്ക് വരുമ്പോൾ അകത്തുള്ള ട്യൂമറുകളുണ്ടല്ലോ, നമ്മുടെ ആത്മിക് നേച്ചർ ഉണ്ടല്ലോ. ചിലർ പറയത്തില്ലയോ, എന്തിനാ സഹോദരൻ ഇങ്ങനെ കോപിക്കുന്നത് ചോദിച്ചാൽ പറയും, ഈ ഒരു ബലഹീനത മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പനും ഇതുണ്ടായിരുന്നു, എൻ്റെ വല്യപ്പനും ഇതുണ്ടായിരുന്നു. എന്താ ഞാൻ അപ്പൻ്റെ ട്യൂമർ വല്യപ്പൻ്റെ ട്യൂമർ അപ്പന് കിട്ടി, അപ്പൻ്റെ ട്യൂമർ മോന് കിട്ടി. ഈ ട്യൂമറിനെ പൊട്ടിച്ച് കളയുവാൻ്റെ കോണം കർത്താവിൻ്റെ എണ്ണയ്ക്ക് മാത്രമേ പറ്റൂ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. 2 കൊരിന്ത്യർ 5:17. പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൻ്റേതെന്നും അമ്മയുടേതെന്നും പറഞ്ഞ് പാരമ്പര്യം വെച്ചുകൊണ്ട് നീ ഇരിക്കുകയാണെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ബോഡിയിൽ ആ ജീനുണ്ടെന്നും പറഞ്ഞ് അതെല്ലാ പാരമ്പര്യങ്ങളും പിടിച്ചു കഴിഞ്ഞാൽ ആ ശാപവും കൂടെ നീ അങ്ങ് എടുത്തോണം. സഹോദര സഹോദരി, കർത്താവിൻ്റെ എണ്ണ നിങ്ങളുടെയും എൻ്റെയും ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈഫ് വിൽ ബി ചേഞ്ച്. He will give us a contrite heart. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് പോലെ തകർന്നും നുറുകിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ഓ ലോർഡ്, thou shalt not despise a contrite and a broken spirit. God wants our spirit, our heart to be a contrite and a broken one. ദൈവസന്നിധിയിരിക്കുമ്പോൾ കരയാൻ കഴിയണം. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, റെഞ്ചി, you got to change. You got to change the way you think. ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ഷൗട്ട് ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്തിരുന്ന് ചില കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുമ്പോൾ. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ആത്മാവിൻ്റെ ജഡത്തെ ഷൗട്ട് ചെയ്യുക. യു cannot think that way. You cannot behave that way. You cannot speak that way. My brothers, my sisters, mind has to rule our emotions, not the other way around. ഇമോഷൻസ് അല്ല നമ്മുടെ മൈൻഡിനെ റൂൾ ചെയ്യേണ്ടത്. Our mind has to rule the emotions. ഞാൻ ആ ഭാഗത്തിലേക്ക് പോകുന്നില്ല. Our heart has to change. The last point. Oil heals and purifies. എണ്ണ സൗഖ്യമാക്കുന്നതാണ്, എണ്ണ ശുദ്ധീകരിക്കുന്നതാണ്. ഇതെല്ലാം വിളിച്ച് ദൈവവചനത്തിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. എണ്ണ എന്തൊക്കെയാണ് ദൈവവചനത്തിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ എടുക്കുന്നത്. അത് ആ സ്വഭാവം എന്നിൽ കാണിക്കുന്നുണ്ടെങ്കിൽ that real oil works in me. സൗഖ്യമാക്കുന്ന എണ്ണ, സൗഖ്യമാക്കുന്നിടത്ത് എണ്ണ നമ്മൾ കാണുന്നുണ്ട് ദൈവവചനത്തിനകത്ത്. ലൂക്കോസ് സുവിശേഷം 10:34 നമ്മൾ കാണുന്നു. ആ ഗുഡ് സമാരിറ്റൻ്റെ സ്റ്റോറിക്കകത്ത് പറയുന്നു, ആ സമാരിറ്റൻ എന്ത് ചെയ്തെന്നറിയുമ്പോൾ അവൻ്റെ മുറിവുകളിൽ വീഞ്ഞും എണ്ണയും ഉപയോഗിച്ച് അവനെ ശുശ്രൂഷിച്ചതായിട്ട് കാണുവാനായിട്ട് പറയുന്നുണ്ട്. അവൻ്റെ മുറിവുകളെ കരിയുവാൻ, അവൻ്റെ മുറിവുകളെ ശുദ്ധീകരിക്കുവാൻ്റെ കോണം എണ്ണ കൂടിയേ പറ്റൂ. ശുദ്ധീകരിക്കുന്നതായ എണ്ണ. എന്നിലൊരു ശുദ്ധീകരണം നടക്കും. എന്നിൽ ശുദ്ധീകരണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നറിയാമോ? നമുക്കറിയത്തില്ലേ, നമ്മൾ വൃത്തിയുള്ളയാളും വൃത്തിയില്ലാത്ത ആളും നമ്മെ തിരിച്ചറിയാൻ പറ്റും. സ്ട്രീറ്റിലെ ഒരു ബെഗറും ഒരു ഡീസൻ്റായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമ്മെ തിരിച്ചറിയുവാൻ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് വെച്ചാൽ ആയിട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ നോക്കിയാൽ മതി, അല്ലേ? അവർക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റും. ടോയ്ലറ്റ് സീറ്റൊക്കെ ഇരുന്നോ ടോയ്ലറ്റിനകത്തിരുന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ദേ ഡോണ്ട് ഫീൽ ലൈക്ക്, ബിക്കോസ് ദേ ആർ ലിവിങ് ഇൻ ദാറ്റ് എൻവിറോൺമെന്റ്. ആ സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. they are in that, they are brought up in that. പക്ഷേ അവരെ കുറച്ചു നാൾ കൊണ്ടുവന്നിട്ട് ഒരു ഡീസന്റ് ഹോമിലൊന്ന് താമസിപ്പിച്ച് നോക്ക്, കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് തിരിച്ചിട്ട് പിന്നെ അവരോടൊന്ന് പറഞ്ഞ് അവിടെ പോയി താമസിക്കാൻ അവർ പോകത്തില്ല. നമ്മുടെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ബോംബെയിലൊക്കെ ജീവിച്ചതാണ്. ബോംബെയിലൊക്കെ ഒരു മുറിക്കകത്ത് ജീവിച്ചിട്ടുണ്ട്. ഞാൻ ഒരു മുറിക്കകത്ത് പാചകവും ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. അതിനകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ, ഞാൻ ബാച്ചുലറായിട്ട് ജീവിച്ച സമയത്ത് ഒരേ മുറിക്കകത്ത് ഒരു സൈഡിൽ സ്റ്റൗ എല്ലാം കൂടെ വെച്ചിട്ട് പാചകം എല്ലാം വെക്കും, അപ്പുറത്തൊരു ബെഡും ഇട്ടിട്ട് അവിടെ കിടന്നുറങ്ങും. ഇന്നത് ബുദ്ധിമുട്ടാണ്. ഇന്ന് പറ്റണം വേണമെന്ന് വെച്ചാൽ വെക്കും. മിഷണറി പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ അതിനേക്കാൾ അത്രയും പോലും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞതിൻ്റെ പോയിന്റ് ഇതാണ്, നമ്മുടെ ആ സാഹചര്യങ്ങൾ മാറുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പഴയതുപോലെ ആകാൻ പറ്റത്തില്ല. ശുദ്ധി എന്താണെന്നും അശുദ്ധി എന്താണെന്നും നമ്മൾ തിരിച്ചറിയും.
പണ്ട് പലതും എനിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷെ ഇന്നെനിക്കത് ഓക്കെ ആവത്തില്ല. കാരണം ഞാൻ തിരിച്ചറിഞ്ഞു, എനിക്കൊരു ശുദ്ധീകരണം വന്നു. ഞാൻ ശുദ്ധീകരണം പ്രാപിച്ചു. ശുദ്ധീകരണം പ്രാപിച്ചപ്പോൾ എനിക്ക് അശുദ്ധിയിലേക്ക് പോകാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ കണ്ടിട്ട് ഞാൻ പറയുന്നത് അശുദ്ധിയാണ്, എനിക്കത് വേണ്ട. ആ ഒരു വ്യത്യാസം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഈ ഓയിൽ വന്നിട്ടില്ല. അശുദ്ധിയെയും ശുദ്ധിയെയും തമ്മിൽ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ചില കാര്യങ്ങൾ എനിക്ക് വേണ്ടെന്ന് പറയുവാൻ കോണം കഴിയുന്നില്ലെങ്കിൽ, പഴയ ജീവിതത്തിന്റെ ചില സ്വഭാവങ്ങൾ ഇപ്പോഴും കൈ കൊണ്ടു നടക്കുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ഓയിൽ നമ്മുടെ ഉള്ളിലില്ല. ഈ ഓയിലാണ് നമ്മളോട് പറയുന്നത് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചവരാണ്. അനുദിനം നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഓയിലാണ്. ആ ശുദ്ധീകരണം നമ്മുടെ ഇടയിലില്ലെങ്കിൽ, നമ്മളെല്ലാവരും ഇന്ന് കുളിച്ച് നമ്മളിങ്ങനെ കുട്ടപ്പനായിട്ടൊക്കെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ വീടുകളിൽ ബാത്റൂമുണ്ട്. ബാത്റൂം ഉള്ളത് കൊണ്ട് മാത്രമല്ല, അവിടെ വെള്ളവും ഉണ്ട്, അല്ലേ? ബാത്റൂം ഇല്ലാത്തടത്ത്, കുളിക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നെങ്കിൽ നമ്മൾ ചിലരൊക്കെ വെരി ഹാപ്പി ആയിരിക്കും, അല്ലേ? ആഴ്ചയിലൊരിക്കൽ കുളിച്ചാൽ മതിയല്ലോ. നമുക്ക് ആ സാഹചര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ വൃത്തിയായി ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് സ്വർഗം ഒരു സാഹചര്യം തന്നിരിക്കുക, അവൻ്റെ ആത്മാവിനെ ഉള്ളിൽ തന്നിരിക്കുക, നമ്മളെ അനുദിനം ശുദ്ധീകരിക്കുവാൻ. അപ്പൊ എന്നിൽ ആ ശുദ്ധീകരണം നടക്കുന്നുണ്ടെന്നുള്ള തെളിവെന്താണെന്നറിയാമോ? അശുദ്ധി കാണുമ്പോൾ ഞാൻ അകന്നു നിൽക്കും. കാരണം ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനാ, ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനാ, അല്ലേ? നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലും ഒരു അഴുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഓടും. എന്തിനാ? കൈ കഴുകാനാ. നമ്മുടെ ദേഹമെല്ലാം ശുദ്ധിയുള്ള ആളുടെ അടുത്ത് കയ്യാൽ അഴുക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ അഴുക്കം വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ? പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. ഉടനെ നമ്മൾ പോയി കൈ കഴുകും. കാരണം ബാക്കി ഭാഗം എൻ്റെ ശുദ്ധിയുള്ളതാണെന്ന് എനിക്ക് ഓർമ്മയുള്ളത് കൊണ്ടാണ്, അല്ലേ? ഓയിൽ പ്യൂരിഫൈസ് us. അടുത്ത 5 മിനിറ്റ് ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മർക്കോസിന് ശേഷം 6:13 ഇങ്ങനെ പറയുന്നു, ശിഷ്യന്മാർ വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും, ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണ്, ശിഷ്യന്മാർ പറയുന്നുണ്ട്, അവർ തിരിച്ചു വന്നിട്ട് അവർ ഈ രണ്ടായിട്ട് കർത്താവ് അയച്ചതിനു ശേഷം അവർ മടങ്ങി വന്ന് തങ്ങളിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു, വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികളെ എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഈ ഓയിൽ അകത്ത് വന്നു കഴിഞ്ഞാൽ നിന്റെ അകത്തെ മുറിവുകളെല്ലാം കരിയും കേട്ടോ. പകയും വിദ്വേഷവും ഒന്നുമില്ല. ആരെങ്കിലും വരുത്തിയ മുറിവുകളൊന്നും പിന്നെ ഓർത്തിരിക്കത്തില്ല നമ്മൾ. കാരണം എണ്ണ അകത്ത് വന്നാൽ എല്ലാം ശുദ്ധീകരിക്കും. അനേക ദൈവമക്കളുടെ കുഴപ്പമെന്തെന്നറിയാമോ? അവരുടെ പക വിദ്വേഷം അവർക്ക് മറക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരോട് പൊറുക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എൻ്റെ അകത്ത് വന്ന മുറിവ് എത്ര വലിയ മുറിവാണെന്നറിയാമോ? ചോദിക്കും, ഇല്ലേ? അനേക സഭകളിലുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ട് അവർ ജീവിക്കുക. കാരണം എന്നാണെന്നറിയാമോ? ഈ എണ്ണ അകത്ത് വന്നിട്ടില്ലെന്ന് അതിന്റെ അർത്ഥം. ഇവിടെ പറയുന്നു, എണ്ണ സൗഖ്യമാക്കുന്ന എണ്ണയാണ്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ആന്തരിക മുറിവുകളെ ശുദ്ധീകരിക്കുക മാത്രമല്ല, അതിനെ സൗഖ്യമാക്കും. ക്ഷമിക്കുവാൻ നമുക്ക് കഴിയും, സഹിക്കുവാൻ കഴിയും, പൊറുക്കുവാൻ കഴിയും. മറ്റുള്ളവരോടുള്ള ശത്രുത നമുക്ക് വേണ്ടെന്ന് വയ്ക്കുവാൻ കഴിയും. അതിനെ പൂർണ്ണമായി മറക്കുവാൻ നമുക്ക് കഴിയും. പൂർണ്ണമായി നമുക്കതിനെ ക്ഷമിക്കുവാനായിട്ട് നമുക്ക് കഴിയും. പലപ്പോഴും മറക്കാൻ കഴിയത്തില്ലായിരിക്കാം, പക്ഷെ അത് ഓർക്കാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല. The second that memory comes into our mind, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതാണ്. നാട്ടിലൊക്കെ പോകുമ്പോഴല്ല, മറ്റെന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ, എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായിട്ടുള്ള ഈ വചന പ്രമാണങ്ങൾക്ക് കീഴ്പ്പെടാത്തതായിട്ടുള്ള എന്തെങ്കിലും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഞാനതിനെ റിബ്യൂക്ക് ചെയ്യും. I rebuke you. I don't want to entertain you into my mind. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എന്നെ സൗഖ്യമാക്കുന്ന യഹോവ എൻ്റെ ദേഹത്തെ മാത്രമല്ല സൗഖ്യമാക്കുന്നത്, ദേഹിയെയും ആത്മാവിനെയും സൗഖ്യമാക്കും. സൗഖ്യം ആരംഭിക്കേണ്ടത് ആത്മാവിലാദ്യം. കാരണം ആത്മാവ് ദേഹി, ദേഹം എന്നാണ് ദൈവവചനത്തിൽ 1 തെസ്സലോനിക്കർ 5:23 ഓർഡർ കൊടുത്തിരിക്കുന്നത്. ആത്മാവ് ദേഹി, ദേഹം, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. സൗഖ്യം ആദ്യം വരേണ്ടത് ആത്മാവിലാണ്, പിന്നെ അത് ദേഹിയിലേക്ക് വരും, പിന്നെ അത് ദേഹത്തിലേക്ക് വ്യാപരിക്കും. ഇന്ന് അനേക ശരീരങ്ങൾ രോഗികളായി മാറിയതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും അതിന്റെ റൂട്ട് ആത്മാവിലുള്ള മുറിവായിരിക്കും. ഇന്ന് സെമിനാരിയിൽ, യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ് ഞങ്ങളെ പഠിപ്പിച്ചത് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷനെ കുറിച്ച്, മെന്റൽ ഹെൽത്തിനെയും മെന്റൽ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെയാണ് ഒരു വലിയ സെമിനാർ നടത്തി പഠിപ്പിച്ചത്. അതിനകത്തൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റുകളൊക്കെ ക്ലാസ്സുകളൊക്കെ എടുത്തു. അതിനകത്ത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പല രോഗങ്ങളുടെയും കാരണം എന്തെന്ന് വെച്ചാൽ ആന്തരിക മുറിവുകളാണ്.
ക്ഷമിക്കാൻ കഴിയാത്തത്. ക്ഷമിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉറക്കം നമുക്ക് നഷ്ടപ്പെടും. ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിൽ മറ്റ് പല ആങ്സൈറ്റീസ് ആയാലും മറ്റ് ഡിസോർഡേഴ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. സഹോദര സഹോദരി, നിന്റെ അകത്ത് ക്ഷമിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്നൊക്കെ നീ അങ്ങ് ഫ്രീ ആകും. നിനക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും. ഒരു സഹോദരനെ ഒരു സഹോദരിയെ കണ്ട് മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റും. നമ്മൾ ഒരാളെ റിലീസ് ചെയ്യുമ്പോൾ, ആ ഡെറ്റിൽ നിന്ന്, ആ കടത്തിൽ നിന്ന് ഒരാളെ എഴുതി തള്ളിക്കഴിയുമ്പോൾ ആ ആളല്ല ഫ്രീ ആകുന്നത്, നമ്മളാ ഫ്രീ ആകുന്നത്. ഒരാളോട് ക്ഷമിക്കുമ്പോൾ ആ വ്യക്തിയല്ല ഫ്രീ ആകുന്നത്, നമ്മളാ ഫ്രീ ആകുന്നത്. എന്തുകൊണ്ട് കെട്ടിക്കും? ഇതിന്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരോട് പക വെക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കഴുത്തെ കയറിട്ട് നമ്മുടെ കഴുത്തെ കെട്ടിയേക്കുക. അപ്പൊ ഞാനിങ്ങനെ നടക്കുമ്പോൾ എത്ര പേരെയും വലിച്ചുകൊണ്ടാണ് ഞാൻ നടക്കേണ്ടത്? എല്ലാവരോടും പകയാന്ന് വെച്ചു. അപ്പൊ ഞാൻ എത്ര പേരെ വലിച്ചുകൊണ്ട് നടക്കണം? അതിൽ നല്ല ഓരോരുത്തരുടെ കയറ് കട്ടിച്ചു വിട്ടുക. നീ പോ, നിന്നോട് ക്ഷമിച്ചു, നീ പോ, നിന്നെ ഞാൻ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും എനിക്ക്. സഹോദര ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഞാൻ അവിടേക്ക് ഒന്നും പോകുന്നില്ല. അകത്ത് സൗഖ്യം വന്നെങ്കിൽ മാത്രമേ ആ സൗഖ്യം പുറത്ത് വെളിപ്പെടത്തുള്ളൂ. അകത്ത് എണ്ണയുണ്ടെങ്കിൽ മാത്രമേ സൗഖ്യം വരൂ. കാരണം സൗഖ്യമാക്കുന്ന ഈ എണ്ണയാണ്. ജെയിംസ് 5:14 യാക്കോബിന്റെ ലേഖനം 5:14 പറയുന്നു, നിങ്ങൾ ദീനമായി കിടക്കും. അവിടെയും പറയുന്നുണ്ട് എണ്ണ തേച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന്. ആ എണ്ണയെ കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് കാണിക്കുന്നത് കേട്ടോ. അല്ലാതെ എണ്ണയ്ക്കകത്ത് വലിയൊരു അത്ഭുതം ഉണ്ടെന്നുള്ളതല്ല. ഞാനിപ്പം എണ്ണയെ പ്രാർത്ഥിച്ച് ഒരു വ്യക്തിയുടെ മേൽ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐ ആം trusting in God through this to heal that person. അവിടെ ഹോളി സ്പിരിറ്റിനെ അത് കാണിക്കുന്നത്. ഗോഡ്സ് ഇന്റർവെൻഷൻ, ദൈവത്തിന്റെ ഇടപാടിനെയാണ് കാണിക്കുന്നത്. അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന എണ്ണയ്ക്ക് എന്താ പ്രയോജനം? എണ്ണയ്ക്ക് എന്തോ പ്രത്യേകത? ഇറ്റ് ഈസ് ടോക്കിംഗ് ജസ്റ്റ് ബൈ വചനത്തിലെങ്കിലും എഴുതിയിരിക്കുന്നതുകൊണ്ട് വചനത്തെ പ്രൊമോട്ട് ചെയ്ത് കാണിക്കുക, ദൈവ കൽപ്പനയെ പ്രൊമോട്ട് ചെയ്ത് കാണിക്കുക. ഹല്ലേലൂയ. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൽ, ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ലേവ്യ പുസ്തകം 8-ാം അധ്യായത്തിൽ മോശ ടബർണക്കിളും സമാഗമന കൂടാരവും അതിനകത്തുള്ള ഉപകരണങ്ങളും ശുദ്ധീകരിക്കുന്നത് എണ്ണയും കൊണ്ടാണ്. അതെന്നെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആലയത്തെ ശുദ്ധീകരിക്കുന്നതും ആലയത്തിനകത്തുള്ളതിനെ ശുദ്ധീകരിക്കുന്നതും എണ്ണയാകുന്ന കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മന്ദിരമാണെങ്കിൽ ഈ എണ്ണ നമ്മളെ ശുദ്ധീകരിക്കണം. ഈ ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ ആദ്യം പറഞ്ഞത് ഒരു കത്തിക്കൊണ്ടിരിക്കത്തുള്ളൂ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഇത് തന്നെയാണ്. ഡസ് ദിസ് ഓയിൽ വർക്ക് ഇൻ മീ ഓർ ഡു ഐ ഹാവ് ദിസ് ഓയിൽ ഇൻ മീ? എന്നിൽ ഈ എണ്ണയുണ്ടോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സത്യമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, എൻ്റെ ഉള്ളിൽ എണ്ണയുണ്ട്. എൻ്റെ ദൈവം കത്തിക്കൊണ്ട് തന്നെയായിരിക്കുന്നത്. ഞാനൊരു ഉത്തമ സാക്ഷിയാണ് എൻ്റെ കർത്താവിൻ്റെ. ഞാൻ എൻ്റെ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ശിഷ്യനാണ്, ഒരു ശിഷ്യയാണ്. എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടതായിട്ടില്ല. കർത്താവ് ഇന്നത്തെ രാത്രി വന്നാലും, കർത്താവ് 100 വർഷം കഴിഞ്ഞു വന്നാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. കാരണം ഞാൻ മരിച്ചു മണ്ണടഞ്ഞു പോയാലും അവിടെ നിന്ന് എൻ്റെ കർത്താവിൻ്റെ കാഹളത്തിങ്കൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എത്ര ശ്രേഷ്ഠമേറിയ പ്രത്യാശയാണ്. കാരണം എന്തെന്നറിയാമോ? എൻ്റെ ഉള്ളിൽ ഈ എണ്ണയുണ്ട്. ഞാൻ ബുദ്ധിയുള്ളവനാണ്. ബുദ്ധിയില്ലാത്ത കന്യകമാരെ പോലെയല്ല, ഞാൻ ബുദ്ധിയുള്ളവനാണ്. കാരണം ഹല്ലേലൂയ, എൻ്റെ തീ എപ്പോൾ വേണമെങ്കിലും കെട്ടുപോകാം എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഈ എണ്ണയെ എപ്പോഴും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നടക്കും. ഹല്ലേലൂയ. പുറത്ത് കത്തുന്ന എണ്ണ എൻ്റെ ജഡത്തിൻ്റെ കത്തിക്കലായിരിക്കാം. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. എൻ്റെ തീ എപ്പോൾ വേണമെങ്കിലും കെട്ടുപോകാം. അതുകൊണ്ട് കോൺസ്റ്റൻ്റ്ലി ഐ ആം ട്രസ്റ്റിംഗ് ഇൻ ദ ലോർഡ് ഫോർ ദി എവർ ലാസ്റ്റിംഗ് സപ്ലൈ ഓഫ് ദി ഓയിൽ ഓഫ് ഗാഡ്. കർത്താവിൻ്റെ സന്നിധി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. പരിശുദ്ധ കർത്താവേ,